പ്രിയമുള്ളവരെ, നമുക്കിന്ന് ജീവിക്കുന്ന ദൈവത്തിൻ്റെ വചനം പങ്കുവെക്കുവാൻ ഈശോ പറഞ്ഞു വിട്ടിരിക്കുന്ന വ്യക്തി ബ്രദർ തോമസ് കുമളി എന്ന സഹോദരനാണ്. കഴിഞ്ഞ 18 വർഷമായി യേശുവിനെ അനുഭവിച്ചറിഞ്ഞ് യേശുക്രിസ്തുവിന് വേണ്ടി സാക്ഷ്യം വഹിക്കുന്ന ഒരു ജീവിതം നയിക്കുന്ന വ്യക്തിയാണ് ഇദ്ദേഹം. അതിനു മുമ്പുള്ള കാലയളവിൽ ക്രിസ്തുവില്ല എന്ന് പഠിപ്പിക്കുകയും നിരീശ്വരവാദ പ്രസ്ഥാനത്തിൻ്റെ ശക്തനായ ഒരു പ്രഘോഷകനും പ്രചാരകനുമായി ദൈവമില്ല എന്ന് സ്ഥാപിക്കുവാൻ ഓടി നടന്ന് അധ്വാനിച്ചൊരു വ്യക്തിയാണ്. എന്നാൽ കർത്താവിൻ്റെ വലിയ സ്നേഹം ആത്മാവിലേക്ക് ഒഴുകിയപ്പോൾ ഇന്ന് യേശുക്രിസ്തുവിന് വേണ്ടി ആ ഓട്ടം രൂപാന്തരം പ്രാപിച്ചിരിക്കുകയാണ്. അതുപോലെ യേശുവിനെ അനുഭവിച്ചറിഞ്ഞ് ഏതാണ്ട് 6 വർഷത്തോളം കോട്ടയത്തുള്ള ആ നവജീവനിൽ മാനസിക രോഗികളുടെ ഇടയിൽ ശുശ്രൂഷ ചെയ്തുകൊണ്ട് അദ്ദേഹം തൻ്റെ ജീവിതത്തെ ഒരു പുതിയ പന്താവിലേക്ക് തുരച്ചുവിട്ടു. യേശുവിന് വേണ്ടി ഇന്ന് ശക്തമായ രീതിയിൽ വചനം പങ്കുവയ്ക്കുകയും അനേക ഇടങ്ങളിൽ ധ്യാന ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകുകയും പ്രഘോഷണ വേദിയിൽ പരിശുദ്ധാത്മാവ് അതിശക്തമായ രീതിയിൽ ഉപയോഗിക്കുകയും ചെയ്യുന്നു. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ബഹുമാനപ്പെട്ട ഡൊമിനിക് വാളമ്മനാൽ അച്ഛൻ്റെ കൂടെ അനേക വർഷം അച്ഛനോട് ചേർന്ന് ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്ന വ്യക്തിയാണ്. ഇന്ന് സ്വന്തമായിട്ട് ശുശ്രൂഷ ചെയ്യുന്നു. അനേകർ ടീമിനോട് ചേർന്ന് ഇന്ന് ദൈവത്തിന് വേണ്ടി അതിശക്തമായ രീതിയിൽ ശുശ്രൂഷ ചെയ്യുന്ന സഹോദരനെ 2 കരങ്ങളും ശക്തമായി അടിച്ച് നമുക്ക് ഈ വചന ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യാം. പരിശുദ്ധാത്മാവിൻ്റെ കൃപ നിറയപ്പെടുവാൻ വചനത്തിൻ്റെ അമ്മയായ പരിശുദ്ധി അമ്മ, സഭയുടെ അമ്മയായ പരിശുദ്ധി അമ്മ, ഈശോയുടെ പ്രിയപ്പെട്ട അമ്മയെ നമ്മൾ വിളിച്ച് പ്രാർത്ഥിക്കാം. അമ്മ മാതാവേ, അമ്മയുടെ പരിശുദ്ധിയുള്ള വിമല ഹൃദയത്തിലേക്ക് തുടർന്നുള്ള മണിക്കൂറുകളെ പൂർണ്ണമായും സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ നിങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുള്ളമേ. ആമേൻ. സർവ്വഗീതത്തിൽ പറഞ്ഞ ഹല്ലേലൂയ, അഭിഷേകത്തോടെ പറഞ്ഞ ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഒരു തിരുവചനം നമ്മുടെ ചിന്തയിലേക്ക് നമ്മൾ കൊണ്ടുവരികയാണ്. പ്രഭാഷകന്റെ പുസ്തകം 6-ാം അധ്യായം 24 മുതലുള്ള തിരുവചനങ്ങൾ. നിന്റെ കാലുകൾ അവൾ ബന്ധിക്കട്ടെ, നിന്റെ കഴുത്ത് അവളുടെ ചങ്ങല അണിയട്ടെ, അവളുടെ നുകത്തിന് നീ ചുമല് താഴ്ത്തുക, അവളുടെ കടിഞ്ഞാൺ നീ കുടഞ്ഞെറിയരുത്. പിന്നീട് 29 മുതൽ വാക്യങ്ങൾ. അപ്പോൾ അവളുടെ ബന്ധനം നിനക്ക് സംരക്ഷണവും അവളുടെ ചങ്ങല നിനക്ക് അലങ്കാരമായിരിക്കും. പ്രിയപ്പെട്ട ദൈവമക്കളെ, ജപമാലയെ പറ്റിയുള്ള തിരുവചന ഭാഗമാണ് നമ്മളിപ്പോൾ ഇത് കേട്ടത്. ലോകത്തിൻ്റെ പല ഭാഗത്ത് പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ടു കഴിഞ്ഞു. ഗോഡലുപ്പായിൽ, ഗബരന്താളിൽ, ലാസലറ്റായിൽ, ഫാത്തിമായിൽ, ആസ്റ്റർഡാമിൽ, ലൊറൈറ്റായിൽ അനേക സ്ഥലത്ത് പരിശുദ്ധ അമ്മ മാതാവ് പ്രത്യക്ഷപ്പെട്ട് കഴിയുമ്പോൾ അമ്മ പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാരണമുണ്ട്. ദൈവമക്കളെ, നിരന്തരം നിങ്ങൾ പ്രാർത്ഥിക്കണം. സ്വരമെടുത്ത് പറയും ഹല്ലേലൂയ, സ്വരമെടുത്ത് പറയും ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, സാത്താന് ഒരു ദൈവ പൈതലിനെ ഏറ്റവും ഭയപ്പെടുന്ന കാര്യം അവൻ്റെ പ്രാർത്ഥനയാണ്. പിശാച് ഒരു വ്യക്തിയെ, ഒരു ആത്മീയ ജീവിതത്തെ, ഒരു സമർപ്പിത ജീവിതത്തെ, ഒരു ശുശ്രൂഷ ജീവിതത്തെ, ഒരു കുടുംബ ജീവിതത്തെ ആദ്യം തകർക്കാൻ സാത്താൻ ചെയ്യുന്ന ആദ്യത്തെ കാര്യം അവൻ്റെ പ്രാർത്ഥന, വ്യക്തിപരമായ പ്രാർത്ഥന, കുടുംബ പ്രാർത്ഥന, കൂട്ടായ്മയുടെ പ്രാർത്ഥന അവൻ വെട്ടിമാറ്റും. സ്വരമെടുത്ത് പറയും ഹല്ലേലൂയ, സ്വരമെടുത്ത് പറയും ഹല്ലേലൂയ. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായം 29-ാം തിരുവചനത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധ വചനം പഠിപ്പിക്കുകയാണ്. ഈശോ മിശിഹ പറഞ്ഞ വചനമാണത്. പ്രാർത്ഥനയും ഉപവാസവും കൊണ്ട് മാത്രമേ സാത്താൻ ഈ വർഗം നമ്മളിൽ നിന്ന്, സമൂഹത്തിൽ നിന്ന്, ദേശത്തിൽ നിന്ന്, കുടുംബങ്ങളിൽ നിന്ന്, തിരുസഭയുടെ മക്കളിൽ നിന്ന് വിട്ടുമാറത്തുള്ളൂ. സ്വരമെടുത്ത് പറയും ഹല്ലേലൂയ, ഉറക്കെ പറഞ്ഞ് ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മൾ പഠിക്കേണ്ടത് ഈശോ മിശിഹായിൽ നിന്നാണ്. ഈശോയുടെ ജീവിതം നമ്മൾ എടുത്തു നോക്കുക. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായം 12-13. അവൻ രാത്രിയുടെ യാമങ്ങളിൽ, ശിഷ്യന്മാരെ തെരഞ്ഞെടുക്കുന്ന രാത്രിയിൽ അവൻ രാത്രി മുഴുവൻ പ്രാർത്ഥിച്ചിട്ട് പ്രഭാതമായപ്പോൾ തനിക്കിഷ്ടപ്പെട്ട 12 പേരെ തെരഞ്ഞെടുത്ത് അവരോട് ആദ്യം പറയുന്ന കാര്യം തന്നോടുകൂടെ ആയിരിക്കണം.
പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈശോയുടെ കൂടെ ഇരിക്കുന്ന വ്യക്തികൾക്ക്, ഈശോയുടെ കൂടെ പോയിരുന്ന് പ്രാർത്ഥിക്കുന്ന വ്യക്തികൾക്ക് ദൈവത്തിന്റെ ആത്മാവ് ആ വ്യക്തികളിലൂടെ പ്രവർത്തിക്കാൻ തുടങ്ങും. സ്വരമെടുത്ത് പറയും ഹല്ലേലൂയ. അഭിഷേകത്തോടെ പറഞ്ഞ് ഹല്ലേലൂയ. അതാണ് വിശുദ്ധ ഇഗ്നേഷ്യസ് ലയോള പറയുന്നത്, ഒരു വ്യക്തിയെ, ഒരു പ്രാർത്ഥിക്കുന്ന വ്യക്തിയെ ആദ്യം സാത്താൻ തകർക്കുന്നത് അവന്റെ പ്രാർത്ഥനാ ജീവിതത്തെ ഇല്ലാതാക്കും. നമുക്കറിയാം, സഭയുടെ ചരിത്രത്തിലായിക്കോട്ടെ, ലോക ചരിത്രത്തിലായിക്കോട്ടെ, സാത്താൻ എവിടൊക്കെ കീഴടങ്ങിയിട്ടുണ്ടോ അത് കൂട്ടായ്മയുടെ പ്രാർത്ഥനയിലാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, പരിശുദ്ധി അമ്മ 917 ഫാത്തിമയിൽ പരിശുദ്ധി അമ്മ പ്രത്യക്ഷപ്പെട്ട് 3 കുട്ടികൾക്ക് സന്ദേശം കൊടുക്കുമ്പോൾ പരിശുദ്ധി അമ്മ മാതാവ് പറയുക, രക്ഷയുടെ മാനസാന്തരത്തിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം, ജപമാല ചൊല്ലി പ്രാർത്ഥിക്കണം. സാത്താന് ഏറ്റവും ഭയമുള്ള പ്രാർത്ഥനയാ ജപമാല പ്രാർത്ഥന. സ്വരമെടുത്ത് പറയും ഹല്ലേലൂയ. അഭിഷേകത്തോടെ പറഞ്ഞ് ഹല്ലേലൂയ. എവിടെ ജപമാല ചൊല്ലുന്നുണ്ടോ, എവിടെ നന്മ നിറഞ്ഞ മറിയമേ ചൊല്ലുന്നുണ്ടോ, അവിടെ സാത്താന്റെ കോട്ടകൾ തകർന്നു വീഴാൻ തുടങ്ങും. പരിശുദ്ധി അമ്മ ഈ കുട്ടികൾക്ക് സന്ദേശം കൊടുക്കുമ്പോൾ പലരും അവിശ്വസിച്ചു, പലരും അത് പറഞ്ഞു ഇത് തമാശാണ്, ഇതൊന്നും നടക്കുന്ന കാര്യമല്ല. പ്രിയപ്പെട്ട ദൈവമക്കളെ, പരിശുദ്ധി അമ്മ മാതാവിന്റെ സന്ദേശത്തെ വിശ്വസിച്ചുകൊണ്ട് ജോൺ പോൾ മാർപ്പാപ്പ പരിശുദ്ധി അമ്മ മാതാവിന്റെ വിമല ഹൃദയത്തിൽ രക്ഷയെ സമർപ്പിച്ചതിന് ഫലമായി അനേകം മക്കൾ, ആയിരക്കണക്കിന് മക്കൾ തിരുസഭയിലെ വൈദികരും മെത്രാന്മാരും സമർപ്പിതരും അൽമായ ശുശ്രൂഷകരും കരം കോർത്തു പിടിച്ച് ജപമാല ചൊല്ലിയതിന് ഫലമായി രക്ഷയുടെ മാനസാന്തരം സംഭവിച്ചു. കരമടിച്ച് കർത്താവിനെന്ന് പറയട്ടെ. അഭിഷേകത്തോടെ പറഞ്ഞ് ഹല്ലേലൂയ. സ്വരമെടുത്ത് പറയ് ഹല്ലേലൂയ. സ്വരമെടുത്ത് പറയ് ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈശോയെ സ്നേഹിക്കുന്നവർക്ക് ഈശോ കൊടുക്കുന്ന ഏറ്റവും വലിയ സമ്മാനമാ പരിശുദ്ധ അമ്മ. ഈശോയെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച ശിഷ്യനാണ് വിശുദ്ധ യോഹന്നാൻ. ഈശോയുടെ വശത്തിൽ ചാരിക്കിടന്ന് അവന്റെ ഹൃദയത്തിന്റെ സ്പന്ദനങ്ങളും വേദനകളും തിരിച്ചറിഞ്ഞ് യോഹന്നാൻ സുലിക എഴുതി വെച്ചു. 1 യോഹന്നാൻ 3-ാം അധ്യായം 1-ാം തിരുവചനം, ദൈവ സ്നേഹമാ, കണ്ടാലും എത്ര വലിയ സ്നേഹമാണ് നമ്മളോട് കാണിച്ചതെന്ന് യോഹന്നാൻ സുലിക വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഈശോയുടെ വശത്തിൽ ചാരിക്കിടന്ന യോഹന്നാന് ഈശോ കൊടുത്ത ഏറ്റവും നല്ല സമ്മാനം എന്നറിയാമോ? യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായം 26-27 കുരിശിൽ 3 ആണിമേൽ തൂക്കപ്പെട്ട് ഈശോ മിശിഹ കിടക്കുമ്പോൾ തന്റെ പ്രിയപ്പെട്ട അമ്മയെ നോക്കി, തന്റെ പ്രിയപ്പെട്ട ശിഷ്യനായ, താൻ സ്നേഹിച്ച ശിഷ്യനായ യോഹന്നാനെ നോക്കി പരസ്പരം പറയുക, ഇതാ നിന്റെ അമ്മ, ഇതാ നിന്റെ മകൻ. പ്രിയപ്പെട്ടവരെ, തിരുവചനം പഠിപ്പിക്കുന്നത്, അതായത് മറിയത്തെ യോഹന്നാൻ ഭവനത്തിലേക്ക് കൊണ്ടുപോയി. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ കാലഘട്ടത്തിൽ പരിശുദ്ധി അമ്മയുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരൊഴുകുന്നത് എന്താണ് നമ്മൾ നിസ്സാരമായിട്ട് കാണരുത്. 947 ഇറ്റലിയിലെ മോണ്ടിച്ചേരിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഒരു പെൺകുട്ടിയുടെ മുമ്പിലാ പരിശുദ്ധ റോസാമിസ്റ്റിക മാതാവ് പ്രത്യക്ഷപ്പെട്ടത്. ലോകത്തിന് അനേക സ്ഥലത്ത്, ഏകദേശം 130ഓളം സ്ഥലങ്ങളിൽ പരിശുദ്ധ അമ്മ മാതാവിന്റെ കണ്ണിൽ നിന്ന് രക്തക്കണ്ണുനീർ ഒഴുക്കിക്കളഞ്ഞു. പ്രിയപ്പെട്ട ദൈവമക്കളെ, പരിശുദ്ധ അമ്മ എന്തിനാ കരയണത്? നമ്മൾ ശ്രദ്ധിക്കണം. ഈ കാലഘട്ടത്തിൽ പരിശുദ്ധ അമ്മ എന്തിനാ കരയണത്? ഓർക്കണം, തന്റെ പ്രിയപ്പെട്ട മകനെ കുരിശിൽ തറയ്ക്കേണ്ട സമയത്ത് പോലും പൊട്ടിക്കരയാത്ത പരിശുദ്ധ അമ്മ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 52-ന്റെ അവസാനത്തിലും യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 53-ന്റെ തുടക്കത്തിലും തിരുവചനമുണ്ട്. യേശുക്രിസ്തുവിന് ജനനത്തിന് 700 വർഷങ്ങൾക്ക് മുമ്പ് യെശയ്യാ പ്രവാചകനിലൂടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തിയ വചനം. വിശുദ്ധ കത്തോലിക്ക സഭയില് ജീവിച്ചിരുന്ന സ്വീഡന്റെ സ്വർഗീയ മധ്യസ്ഥയായ വിശുദ്ധ ബ്രിജിറ്റ പുണ്യവതി ഒരിക്കല് ദേവാലയത്തിലിരുന്ന് പ്രാർത്ഥിക്കുക, ഈശോയെ, ഈശോയെ, അങ്ങയുടെ പീഡാസഹനത്തിന്റെ രഹസ്യങ്ങൾ എന്നെ പഠിപ്പിക്കണമേ. അങ്ങനെ ഒരു ദിവസം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈശോ മിശിഹ നേരിട്ട് പ്രത്യക്ഷപ്പെട്ട് തന്റെ പീഡാസഹനത്തിന്റെ രഹസ്യങ്ങൾ വെളിപ്പെടുത്തി കൊടുത്തു. ഈശോ പറയുക, എന്നെ ഗത്സമന തോട്ടത്തിൽ അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് 130 പടയാളികളുണ്ട്. അവരെന്നെ വലിച്ചൊഴച്ചോണ്ടാ കൊണ്ടുപോയത്. അവരെന്നെ 5 കോടതി കയറ്റി. പിലാത്തോസിന്റെ കോടതി, കയ്യഫാസിന്റെ കോടതി, അന്നാസിന്റെ കോടതി, ഹെറോദോസിന്റെ കോടതി, വീണ്ടും പിലാത്തോസിന്റെ കോടതി. 5 കോടതി കയറ്റിയിട്ട് അവരെന്നെ കുറ്റം കണ്ടില്ല. അവരെന്നെ വലിച്ചൊടിച്ചോണ്ട് പോയിട്ട് അവർ പിലാത്തോസിന്റെ കൽത്തളത്തിൽ വെച്ച് എന്റെ ശരീരത്തിൽ 5686 പ്രാവശ്യം ചാട്ട കൊണ്ടടിച്ചു. എന്റെ ശരീരത്തിൽ ഏകദേശം 1000ഓളം ആഴമേറിയ മുറിവുണ്ടായിരുന്നു. എന്നിട്ട് ഈശോ പറയുക, എന്റെ ശിരസിൽ 72 മുള്ള് അവർ പതിപ്പിച്ചു. അതിന് 16 മുള്ള് എന്റെ ശിരസ് കുത്തിയിറങ്ങി. എന്നിട്ട് ഈശോ പറയുക, ഞാൻ ഗാഗുർത്തായില് പ്രഭാതത്തിൽ 9 മണിക്ക് അവരെന്നെ കുരിശ് തറയ്ക്കാൻ കൊണ്ടുപോകുന്നത്. 150 കിലോ ഭാരമുള്ള കുരിശ, 75 കിലോ ഭാരമുള്ള ഈശോ ചുമന്നത് 150 കിലോ ഭാരം. ലോകത്തിലെ സകല മനുഷ്യരുടെയും, ജനിക്കാനിരിക്കുന്നവരെയും, ആദം മുതൽ അവസാനത്തെ മനുഷ്യന്റെ മുഴുവൻ പാപഭാരം
ഭാരം കുരിശിലേറ്റെടുത്ത് അവൻ ഗാഗുൽത്തായുടെ നെറുകിൽ 3 ആണിമേൽ തൂക്കപ്പെട്ട് അവൻ കുരിശിൽ കിടന്ന് പിടന്ന് മരിക്കുന്ന സമയത്ത് പ്രിയപ്പെട്ട അമ്മ പൊട്ടിക്കരയാതെ തന്റെ പ്രിയപ്പെട്ട മകന് ശക്തി പകർന്നുകൊണ്ട് കുരിശിന് ചവിട്ടി നിന്ന പരിശുദ്ധി അമ്മ ഈ കാലഘട്ടത്തിൽ എന്തിനാ ദൈവമക്കളെ കരയുന്നെന്നറിയാമോ? ഈശോ മിശിഹ ഗാഗുൽത്തായുടെ നെറുകിൽ എനിക്ക് വേണ്ടി നിങ്ങൾക്ക് വേണ്ടി ചങ്കു കൊത്തി പൊട്ടിച്ചു തന്ന അവസാന തുള്ളി രക്തം വരെ നമുക്ക് വേണ്ടി തന്ന യോഹന്നാൻ 19:34 പടയാളികൾ ഒരുവൻ കുന്തമെടുത്തിട്ട് അവനെ തിരുവിലാവിലേക്ക് കുത്തുമ്പോൾ തിരുവിലാവിൽ നിന്ന് തിരുജലവും തിരുരക്തവും ഒഴുകിയിറങ്ങുന്നു പറഞ്ഞില്ലേ? അവസാന തുള്ളിച്ചോര വരെ എനിക്ക് വേണ്ടി നമുക്ക് വേണ്ടിയും ലോകം മുഴുവനെ സകല മനുഷ്യർക്ക് വേണ്ടി തന്ന ഈശോ മിശിഹായുടെ പ്രിയപ്പെട്ട അമ്മ കരയുന്ന എന്തിനാണെന്നറിയാമോ? ഈശോ കുരിശിലൂടെ നേടിയ രക്ഷ മനുഷ്യൻ പാപം ചെയ്ത് നിത്യനരകത്തിലേക്ക് പോകുന്ന കാണുമ്പോൾ അമ്മ മാതാവിന്റെ കണ്ണിൽ നിന്ന് രക്തക്കണ്ണുനീർ ഒഴുകുന്നു. സ്വരമെടുത്ത് പറ ഹല്ലേലൂയ. അഭിഷേകത്തോടെ പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഒരു കാര്യം ശ്രദ്ധിക്കണം. സാത്താന് ഇനിയും ഈശോനെ തൊടാൻ പറ്റില്ല. ഈശോയുടെ കുരിശിലെ മരണത്താല് സാത്താന്റെ തല തകർന്നു. സാത്താന് ഇനിയും ഈശോയെ, ദൈവത്തെ, പരിശുദ്ധി അമ്മയെ, പരിശുദ്ധ ത്രിത്വത്തെ, ആബാപിതാവിനെ എങ്ങനെ വേദനിപ്പിക്കുന്നറിയാമോ? ഈശോ മിശിഹ സ്വന്തം ഛായയിൽ സൃഷ്ടിച്ച ദൈവമക്കള്, ഈശോ കുരിശു മരണത്തിലൂടെ രക്ഷ തന്ന ദൈവമക്കള് മനഃപൂർവ്വം പാപം ചെയ്യുമ്പോ ഈശോയെ വേദനിക്കണു. അതുകൊണ്ടാണ് പരിശുദ്ധി അമ്മയുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരൊഴുകുന്നത്. സ്വരമെടുത്ത് പറ ഹല്ലേലൂയ. അവർക്ക് പറഞ്ഞ ഹല്ലേലൂയ. അഭിഷേകത്തോടെ പറഞ്ഞ ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ രാത്രിയിൽ 2019 പുതുവർഷത്തിൽ നിൽക്കുമ്പോ ഈ രാത്രിയിൽ ദൈവമക്കളെ ചിന്തിക്കേണ്ട കാര്യമുണ്ട്. സാത്താന്റെ കോട്ടകള്, സാത്താന്റെ പ്രവൃത്തികള് ദൈവമക്കളിൽ നിന്ന്, കുടുംബങ്ങളിൽ നിന്ന് അഴിയുവാൻ ഒറ്റ വഴിയാണ് പ്രാർത്ഥനയും ഉപവാസവും. വിശുദ്ധ തോമസ് അക്വിനാസ് പറയുകയാണ്, വിശുദ്ധ തോമസ് അക്വിനാസ് സഭയിലെ പണ്ഡിതന, മാമോദിസ കഴിഞ്ഞാൽ ഒരു ദൈവ പൈതലിന് ആത്മീയ ജീവിതത്തില്, ആത്മീയ വളർച്ചയ്ക്ക്, കൃപയുടെ വളർച്ചയ്ക്ക് ഏറ്റവും അത്യാവശ്യമുള്ള കാര്യമാണ് നിരന്തരമുള്ള പ്രാർത്ഥന. സ്വരമെടുത്ത് പറ ഹല്ലേലൂയ. അഭിഷേകത്തോടെ പറ ഹല്ലേലൂയ. സ്വരമെടുത്ത് പറ ഹല്ലേലൂയ. ദൈവമക്കളെ, നിരന്തരമായ പ്രാർത്ഥന. ശ്രദ്ധിക്കണേ, പിശാച് എന്ത് ചെയ്യുന്നറിയാമോ? പ്രാർത്ഥനയുടെ കാര്യത്തില് നമ്മളോട് പറയും പ്രാർത്ഥിക്കണ്ട, അലസത കാണിച്ചുകൊണ്ടിരിക്കും. സാത്താൻ അറിയാം, ഒരു ദൈവ പൈതല് മുട്ടുകുത്തി പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ, കരം വിരിച്ചു പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ, കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ, സഹനം ഏറ്റെടുത്ത് പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ, ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ, വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ, കരുണക്കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ, വചനം പറഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ, മുറ്റിൽ നിന്ന് ഉപവാസം എടുത്ത് പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ, സഹനങ്ങൾ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ സാത്താന്റെ രാജ്യത്തിന്റെ തകർച്ച തുടങ്ങും. ഹല്ലേലൂയ പറഞ്ഞേ. അഭിഷേകത്തോടെ പറഞ്ഞ ഹല്ലേലൂയ. പ്രിയപ്പെട്ട ബ്രദർ എന്നെ കുറിച്ച് പരിചയപ്പെടുത്തിയപ്പോൾ പറഞ്ഞു, ഏകദേശം ദൈവവിശ്വാസമില്ലാതെ നടന്ന ചെറുപ്പക്കാരനാണ് ഞാൻ. ജീവിതത്തിൽ മുഴുവൻ ദൈവത്തിനെതിരായി 12 വർഷക്കാലം ദൈവമില്ലെന്ന് പഠിപ്പിച്ച് നടന്ന ഒരു നിരീശ്വരവാദ പ്രസ്ഥാനത്തിന് വേണ്ടി ജീവിതം സമർപ്പിച്ച ആളാ. 2001 ഡിവൈൻ ധ്യാന കേന്ദ്രത്തില് ജീവിതം തകർന്ന് ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ പോയി ധ്യാനിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബഹുമാനപ്പെട്ട ജോർജ് പനക്കലച്ചിലൂടെ അതരത്തിലൂടെ പുറപ്പെട്ട ഒരു വചനമാ എന്റെ ജീവിതത്തെ മാറ്റിമറിച്ചത്. യേശയ്യാ പ്രവാചകന്റെ പുസ്തകം 49-ാം അധ്യായം 15-16 മുല കുടിക്കുന്ന കുഞ്ഞിനെ അമ്മയ്ക്ക് മറക്കാനാകുമോ? പെറ്റമ്മ കുഞ്ഞിനോട് കരുണ കാണിക്കാതിരിക്കുമോ? അവള് മറന്നാലും ഞാൻ നിന്നെ മറക്കത്തില്ല. ദൈവത്തിന്റെ വചനം സജീവ ഊർജ്ജസ്വലമാ. ജെറമിയ പ്രവാചകന്റെ പുസ്തകം 23-ാം അധ്യായം 29-ാം തിരുവചനം പറയുന്നു, എന്റെ വചനം അഗ്നി പോലെയും പാറയെ തകർക്കുന്ന കൂടം പോലെയുമാ. പ്രിയപ്പെട്ടവരെ, 2001 കർത്താവിന്റെ കരുണ കൊണ്ട്, കർത്താവിന്റെ കൃപ കൊണ്ട്, ദൈവവചനത്താൽ മഹാഭാവിയായ എന്നെ കർത്താവ് തൊട്ടു. പക്ഷെ പ്രിയപ്പെട്ട മക്കളെ, അതിന് പിന്നിൽ ഒരു ആത്മീയ രഹസ്യമുണ്ട്. 12 വർഷക്കാലം എന്റെ മാതാപിതാക്കള് മുട്ടുകുത്തി കരങ്ങൾ വിരിച്ചു പിടിച്ച് പരിശുദ്ധ അമ്മ മാതാവിന്റെ മധ്യസ്ഥതയിൽ കണ്ണുനീരൊഴുക്കി ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചതിന്റെ ഫലമാണ് ഇന്ന് ഞാൻ സഭയ്ക്ക് വേണ്ടി തിരുവചനം പറയണത്. സ്വരമെടുത്ത് പറ ഹല്ലേലൂയ. ഇവിടെ ഇരിക്കണ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവമക്കളെ, ലോകം മുഴുവൻ ഈ ശുശ്രൂഷ പങ്കെടുക്കുന്നവരെ കുടുംബത്തിലിരുന്ന് അല്ലെങ്കിൽ വ്യത്യസ്ത സ്ഥലങ്ങളിലിരുന്ന് വ്യത്യസ്ത രാജ്യങ്ങളിലിരുന്ന് ഈ ശുശ്രൂഷ പങ്കെടുക്കുന്ന ദൈവമക്കളെ, ഒരുപക്ഷെ നിങ്ങളുടെ മക്കളെ ഓർത്ത് അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തെ ഓർത്ത്, വഴിതെറ്റിപ്പോയ ജീവിത പങ്കാളി ഓർത്ത്, മദ്യപിച്ച് കഴിയുന്ന ജീവിത പങ്കാളി ഓർത്ത്, അനുസരിക്കാത്ത മക്കളെ ഓർത്ത്, ദുർമാർഗത്തിൽ ജീവിക്കുന്ന ദൈവമക്കളെ ഓർത്ത് കരയുന്ന മക്കളുണ്ടെങ്കിൽ ദൈവമക്കളെ, സഹനങ്ങള് പരിശുദ്ധ
അമ്മ മാതാവിന്റെ വിമല ഹൃദയം വഴി ഈശോയുടെ കുരിശിലേക്ക് ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ സാത്താന്റെ കെട്ടുകൾ അഴിയാൻ തുടങ്ങും. ഹല്ലേലൂയ പറഞ്ഞേ, സർവ്വതി പറഞ്ഞേ ഹല്ലേലൂയ. പരിശുദ്ധ കത്തോലിക്കാ സഭയിലെ ഒരു വാഴ്ത്തപ്പെട്ട മകളാണ് വാഴ്ത്തപ്പെട്ട യുറേഷ്യക്ക് 9 മക്കളുണ്ട്. ഈ 9 മക്കളും മഹാകുസൃതികളാ. എന്താ യുറേഷ്യ ഇതെന്നറിയാമോ? ഈ 9 മക്കൾക്ക് വേണ്ടി മുട്ടുകുത്തി 9 ജപമാല ഓരോ ദിവസവും ഈ മക്കളുടെ കുസൃതികൾ മാറാൻ, അനുസരണക്കേട് മാറാൻ വാഴ്ത്തപ്പെട്ട യുറേഷ്യ കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിച്ചതുമായി ഈ 9 മക്കൾക്കും ദൈവവിളി ലഭിക്കുക. പ്രിയപ്പെട്ട ദൈവമക്കളെ, അത്ര ശക്തമായ പ്രാർത്ഥന വഴി, ഉപവാസം വഴി, സഹനം വഴി, വചനം വഴി സാത്താന്റെ കോട്ടകൾ തകരാൻ തുടങ്ങും. സ്വരമെടുത്ത് പറയും ഹല്ലേലൂയ. വലതുകരം ഉയർത്തി ഉത്സാഹത്തോടെ പറഞ്ഞ ഹല്ലേലൂയ. സാത്താന്റെ കോട്ടകൾ തകരട്ടെ. ഹല്ലേലൂയ. അഭിഷേകത്തോടെ പറഞ്ഞ ഹല്ലേലൂയ. യേശുവേ നന്ദി. പ്രിയപ്പെട്ട ദൈവമക്കളെ, എന്നെ ഇരിക്കുന്ന വിശുദ്ധ വേദപുസ്തകം, നിങ്ങളുടെ ഇരിക്കുന്ന വിശുദ്ധ വേദപുസ്തകം, ഉൽപ്പത്തി മുതൽ വെളിപാട് വരെയുള്ള പുസ്തകത്തില് സാത്താന് ഏറ്റവും ഭയമുള്ള ഒരു വചനമുണ്ട്. എല്ലാ വചനവും സാത്താന് ഭയമാ. പക്ഷേ ഇതില് സാത്താൻ ഏറ്റവും കൂടുതൽ ഭയമുള്ള വചനം എന്നറിയാമോ? ലൂക്കാ സുവിശേഷം 1-ാം അധ്യായം 27-28 വചനങ്ങള്. അതായത് മറിയത്തെ നോക്കിയിട്ട് പിതാവായ ദൈവം അയച്ച ഗബ്രിയേൽ ദൈവദൂതൻ വന്നിട്ട് പിതാവായ ദൈവത്തിന്റെ വാക്ക കൃപ നിറഞ്ഞ മറിയമേ എന്നുള്ള വാക്കിന് ഉത്തരം കിട്ടിയിട്ട് മറിയം പറയുക, ഇതാ കർത്താവിന്റെ ദാസി എന്ന് പറഞ്ഞപ്പോ സാത്താന്റെ തല തകർന്ന വചനമാ. ശ്രദ്ധിക്കണേ പ്രിയപ്പെട്ട മക്കളെ, സാത്താന്റെ തല എന്ന് പറയുന്നത് നമ്മൾ ശ്രദ്ധിക്കണം. സാത്താൻ എന്ന് പറയുന്നത് വളരെ നമ്മൾ വിചാരിക്കണ പോലെയല്ല, വലിയ കൊമ്പ് വെച്ചും കറുത്തിരിക്കണ ആളല്ല സാത്താൻ. സാത്താനെ കുറിച്ച് ബൈബിൾ പഠിപ്പിക്കുന്നത് അവൻ പ്രകാശവാഹകനാ, അവൻ സുന്ദരനായിട്ടാണ് നടക്കുന്നത്. ബൈബിള് പല വചനങ്ങളുണ്ട് സാത്താനെ കുറിച്ച്. യോഹന്നാൻ 8:44 അവൻ നുണയനും നുണയന്റെ പിതാവുമാ. 1 പത്രോസ് 5:6-7 വചനമുണ്ട്. അതായത് അലറുന്ന സിംഹത്തെ പോലെ ആരെ വിഴുങ്ങണമെന്ന് അന്വേഷിച്ച് അവൻ ചുറ്റി നടക്കുക. അനേക സ്ഥലം സാത്താനെ കുറിച്ച് ബെൽസബൂൽ എന്ന് പറയുന്നുണ്ട്, ദുഷ്ടാത്മാവ് എന്ന് പറയുന്നുണ്ട്, ദുരാത്മാവ് എന്ന് പറയുന്നുണ്ട്. വെളിപാട് 22 പറയുന്നുണ്ട്, പുരാതന സർപ്പം എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ പറയുന്നുണ്ട്, ദൈവം സൃഷ്ടിച്ച ജീവികളിൽ ഏറ്റവും കൗശലക്കാരനാണ് സാത്താൻ. ശ്രദ്ധിക്കണേ ദൈവമക്കളെ, സാത്താന്റെ കൗശലം എന്നാന്നറിയാമോ? ഒരു ദൈവ പൈതല് കുമ്പസാരിച്ച് ഒരുങ്ങി ദൈവത്തിന്റെ സന്നിധിയിൽ ഇരിക്കുമ്പോ സാത്താൻ ചെവി വന്ന് പറയും, നിന്റെ പാപം മോചിച്ചിട്ടില്ല, അവൻ കള്ളനാ. ഹല്ലേലൂയ പറഞ്ഞേ. സാത്താൻ കുട്ടില തന്ത്രമുള്ളവനാ. എഫെസൂസിന്റെ പുസ്തകം 6-ാം അധ്യായം 10, 11, 12 വചനത്തിൽ വിശുദ്ധനായ പൗലോസ് ശ്ലീഹ പഠിപ്പിക്കുക, 14 ലേഖനം എഴുതിയ ശ്ലീഹ പഠിപ്പിക്കുക, നമ്മൾ യുദ്ധം ചെയ്യുന്നത് മാംസത്തിനും രക്തത്തിനും എതിരായിട്ടല്ല. പ്രഭുത്വങ്ങള്, ആധിപത്യങ്ങള്, അന്ധകാര ലോകത്തിന് അധിപന്മാര്, സ്വർഗീയിടങ്ങളിൽ വർദ്ധിക്കുന്ന തിന്മയുടെ ദുരാത്മാവ്, പിശാചിനെതിരായിട്ടാ പടവെട്ടുന്നത്. ദൈവമക്കളെ, സാത്താൻ ഉണ്ടെന്നേ. ഈശോ മിശിഹ ഈ ഭൂമിയിൽ എന്തിനാ വന്നെന്ന് വചനം പഠിപ്പിക്കുന്ന അറിയാമോ? 1 യോഹന്നാൻ 3-ാം അധ്യായം 8-ാം തിരുലിഖിതം, പിശാചിന്റെ പ്രവൃത്തികളെ ഇല്ലാതാക്കാനാണ് ദൈവപുത്രൻ വന്നത്. ആദ്യത്തെ മാർപ്പാപ്പ പറയുന്നുണ്ട്, അലറുന്ന സിംഹത്തെ പോലെ ആരെ വിഴുങ്ങണമെന്ന് അന്വേഷിച്ച് പത്രോസ് ശ്ലീഹ പഠിപ്പിക്കുക, സാത്താൻ വന്നിട്ടുണ്ട്, നിങ്ങളുടെ ഇടയിൽ ഇറങ്ങിയിട്ടുണ്ട്. ഈശോ മിശിഹ മാമോദീസ സ്വീകരിച്ച് 40 നാളും 40 പകലും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ സാത്താൻ പ്രലോഭകൻ ഈശോ മിശിഹായെ വഴിതെറ്റിക്കാൻ വേണ്ടി, അവന്റെ വചനത്തെ വളച്ചൊടിക്കാൻ വേണ്ടി സാത്താൻ വന്നിട്ടുണ്ട്. മത്തായി 4:4 ഈശോ പറഞ്ഞില്ലേ, സാത്താനെ, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത്, ദൈവത്തിന്റെ അധരത്തിൽ നിന്ന് പുറപ്പെടുന്ന വചനം കൊണ്ടാ. മത്തായി 4:10 വചനം പഠിപ്പിക്കുന്നു, സാത്താനെ ദൂരെ പോകുക. ഹല്ലേലൂയ പറഞ്ഞേ, അവർക്ക് പറഞ്ഞ ഹല്ലേലൂയ. ഈശോ മിശിഹ പഠിപ്പിച്ച പ്രാർത്ഥനയില്ലേ? മത്തായി സുവിശേഷം 6-ാം അധ്യായം 9-ാം തിരുവചനത്തിൽ ഈശോ പഠിപ്പിച്ച പ്രാർത്ഥനയ്ക്കകത്ത് ദുഷ്ടാരൂപിയിൽ നിന്ന് രക്ഷിക്കണം സഭ പഠിപ്പിക്കുന്നു. സാത്താനുണ്ട്. കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥം CCC 391 മുതൽ 95 വരെ സഭാമാതാവ് പഠിപ്പിക്കുന്നു, സാത്താനുണ്ട്. പരിശുദ്ധി അമ്മയുടെ പ്രതിഷ്ഠീകരണത്തില് യുഗോസ്ലാവിയയിലെ മഡ്ജുഗോറിയിൽ 2001 സെപ്റ്റംബർ മാസം 21-ാം തീയതി പരിശുദ്ധി അമ്മ പ്രത്യക്ഷപ്പെട്ട് കഴിഞ്ഞപ്പോൾ അമ്മ മാതാവ് പറയുക, 21-ാം നൂറ്റാണ്ടിലും സാത്താനുണ്ട്, അവനെ തകർക്കേണ്ടത് എളിമയോടെ സഹനത്തോടു കൂടി ജപമാല ചൊല്ലുമ്പോൾ സാത്താന്റെ കോട്ടകൾ തകരും. ഹല്ലേലൂയ പറഞ്ഞേ, സ്വരപ്പെടുത്തി പറ ഹല്ലേലൂയ. നമ്മൾ യുദ്ധം ചെയ്യുന്ന സാത്താനെതിരായിട്ടാണ്. ഒരു ക്രൈസ്തവൻ, ഒരു വിശ്വാസി യുദ്ധം ചെയ്യുന്നത് സാത്താനെതിരായിട്ടാ.
ഞാനത് പറയുമ്പോൾ ശ്രദ്ധിക്കണേ. പിശാചിന്റെ കോട്ടകള് എങ്ങനെ തകരുന്നറിയാമോ? ഒരു ദൈവ പൈതല് പരിശുദ്ധ അമ്മ മാതാവിനെ കൂട്ടുപിടിച്ച് നന്മ നിറഞ്ഞ മറിയമേ എന്ന് ചൊല്ലുമ്പോൾ, ഞാൻ പറഞ്ഞല്ലേ സാത്താന്റെ കുടില തന്ത്രം എന്നറിയാമോ? സാത്താന്റെ തന്ത്രം, അതായത് മനുഷ്യ നിനക്ക് രക്ഷയില്ല. ആദിമ മാതാപിതാക്കളായ ആദവും ഹവ്വയും പാപം ചെയ്ത് നശിച്ചു പോയ പാപം നിറഞ്ഞ ലോകത്തില്, തിന്മ നിറഞ്ഞ ലോകത്തില് മനുഷ്യന് രക്ഷയില്ലെന്ന് സാത്താൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോ, പാപം നിറഞ്ഞ ലോകത്തില് പുണ്യത്ത് ജന്മം കൊടുത്ത വ്യക്തിയാ പരിശുദ്ധി അമ്മ. ദൈവത്തിന്റെ അനന്തജ്ഞാനത്താൽ അനാദിയിലെ സൃഷ്ടിക്കു മുമ്പേ രൂപപ്പെട്ടവളും സമയത്തിന്റെ പൂർണ്ണതയിൽ ഉത്ഭവമില്ലാതെ ജനിക്കപ്പെട്ട പരിശുദ്ധി അമ്മ വിശുദ്ധ ബെർണീദീത്തയ്ക്ക് ലൂർദിൽ വെച്ച് അമ്മ മാതാവ് പറഞ്ഞു, ഞാൻ ഉത്ഭവമില്ലാതെ ജനിക്കപ്പെട്ട മറിയമാ. ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. സാത്താന്റെ തന്ത്രത്തെ തകർത്തവളാ പരിശുദ്ധി അമ്മ. നമ്മൾ പ്രാർത്ഥിക്കത്തില്ലേ? സാധാരണ ധ്യാന കേന്ദ്രങ്ങളിൽ പ്രാർത്ഥിക്കും, കുടുംബങ്ങളിൽ പ്രാർത്ഥിക്കും. നരകസർപ്പത്തിൻ്റെ തല തകർത്ത പരിശുദ്ധ കന്യാമറിയമേ, ഞങ്ങളുടെ കുടുംബത്തിൻ്റെയും തിരുസഭയുടെയും നാശത്തെ ആഗ്രഹിക്കണ സകല ദുഷ്ടശക്തികളെയും മറിയത്തിൻ്റെ കാഴ്കീഴിലാക്കി തകർത്ത് കളയണം. പരിശുദ്ധ അമ്മ സാത്താൻ്റെ തല തകർത്തവളെന്ന് പറയുന്നതിന് കാരണം അറിയാമോ? അതായത് പിതാവായ ദൈവത്തിൻ്റെ പദ്ധതിയോട് ചേർന്ന് പുത്രനായ ഈശോ മിശിഹായെ വിശ്വാസത്താൽ, വചനത്തെ യോഹന്നാൻ 1:1 വിശ്വാസത്താൽ മാംസം ധരിപ്പിച്ച്, യോഹന്നാൻ 1:14 മാംസം ധരിപ്പിച്ച് ഈ ഭൂമിയിൽ ജന്മം കൊടുത്ത പരിശുദ്ധി അമ്മ ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതിയോട് ചേർന്ന് നിന്ന ആ നിമിഷം മുതൽ സാത്താൻ്റെ തല തകർന്നു. ഹല്ലേലൂയ പറഞ്ഞേ. നിങ്ങൾക്കറിയാമോ പിശാചിന് മാതാവിനോട് ഇത്ര ദേഷ്യം എന്നാണെന്നറിയാമോ? ലോക ചരിത്രത്തിൽ സാത്താൻ നോക്കിയിട്ട് ഇന്നുവരെ വളയ്ക്കാത്ത ഒരൊറ്റ പെണ്ണയുള്ളൂ. ആ പെണ്ണിന്റെ പേരാണ് മറിയം. കരമടിച്ച് കർത്താവിനെന്ന് പറയട്ടെ. 2 കരങ്ങൾ ഉയർത്തി ഒന്ന് കർത്താവിനെ സ്തുതിച്ച് ഹല്ലേലൂയ 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 ഹല്ലേലൂയ. അധരങ്ങൾ തുറന്ന് സ്തുതിക്കട്ടെ. നാവിൻ്റെ കെട്ടുകൾ അഴിയട്ടെ, മനസ്സിൻ്റെ കെട്ടുകൾ അഴിയട്ടെ. പ്രാർത്ഥനയ്ക്കെതിരെ സാത്താൻ കെട്ടുന്ന ഒളിഞ്ഞും തെളിഞ്ഞും പരസ്യമായി രഹസ്യമായി കെട്ടുന്ന പൈശാചിക കെട്ടുകൾ അഴിഞ്ഞഴിഞ്ഞു മാറട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി 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 നന്ദി. സ്തുതി ആരാധന. പ്രൈസ് ദി ലോർഡ്. സ്വരമെടുത്ത് പറ ഹല്ലേലൂയ. നന്നായിട്ട് പറഞ്ഞ ഹല്ലേലൂയ. അപ്പൊ പിശാചിന്, ശ്രദ്ധിക്കണേ, പിശാചിന് ഏറ്റവും ഇഷ്ടമില്ലാത്ത വ്യക്തി മറിയമാണ്. പിശാചിന് ഒരിക്കലും ഇഷ്ടമില്ലാത്ത വ്യക്തി പരിശുദ്ധ മറിയമാ. ഞാൻ കണ്ടിട്ടുണ്ട് പൈശാചിക ശക്തികളെ ബന്ധിച്ചു പ്രാർത്ഥിക്കുന്ന ശുശ്രൂഷയുടെ സമയത്ത് നന്മ നിറഞ്ഞ മറിയമേ എന്നുള്ള പ്രാർത്ഥന ചൊല്ലുമ്പോ സാത്താന്റെ ആവാസമുള്ള വ്യക്തികള്, പൈശാചക്തി ബാധിക്കപ്പെട്ട വ്യക്തികള്, അവർ പറയുന്ന ഒരു കാര്യമുണ്ട്. 2 പേരിലും ചെവിയിലോട്ടിട്ടിട്ട് പറയും, അവളെ കുറിച്ച് കേൾക്കണ്ട, അവളെ കുറിച്ച് കേൾക്കണ്ട. പൊള്ളുന്നു. ദൈവമക്കളെ, സാത്താന് ഏറ്റവും ഭയമുള്ള പ്രാർത്ഥനയാണ് നന്മ നിറഞ്ഞ മറിയമേ എന്നുള്ള പ്രാർത്ഥന. സ്വരമെടുത്ത് പറഞ്ഞ ഹല്ലേലൂയ. അഭിഷേകത്തോടെ പറഞ്ഞ ഹല്ലേലൂയ. സ്വരമെടുത്ത് പറഞ്ഞ ഹല്ലേലൂയ. 1200 കാലഘട്ടത്തിൽ തിരുസഭയിൽ പ്രതിസന്ധി ഉണ്ടായ കാലഘട്ടത്തിൽ, അൽജസിബൻ ഭാഷാണ്ഡത ഉണ്ടായ കാലഘട്ടത്തിൽ, മിലനിലെ ആർച്ച് ബിഷപ്പിന്റെ സെക്രട്ടറി ആയിരിക്കുന്ന ഡൊമിനിക് എന്ന് പറയുന്ന ഒരു കൊച്ചച്ഛൻ, തീക്ഷ്ണതയുള്ള കൊച്ചച്ഛനാ, തീപ്പിരി പോലെ വചനം പറയുന്ന അച്ഛനാ, ഒത്തിരി സഭയെ പറ്റി സ്നേഹമുള്ള അച്ഛനാ. അച്ഛൻ മിലനിലെ ആർച്ച് ബിഷപ്പിന്റെ സെക്രട്ടറി ആയിട്ട് ഓരോ ഇടവകൾ സന്ദർശിച്ചുകൊണ്ടിരിക്കുമ്പോൾ സഭയിൽ അനേകം മക്കള് തിരുസഭ വിട്ടിട്ട് സഭാവിരുദ്ധ ഗ്രൂപ്പിൽ പോകുമ്പോൾ ഈ ഡൊമിനിക് അച്ഛന് സ്നേഹത്തോടെ പിതാവിനോട് പറയാം, പിതാവേ, സഭാമക്കളൊക്കെ സഭ വിട്ടുപോകുക, അതുകൊണ്ട് ഒറ്റ കാര്യം ചെയ്യണം, അവരുടെ കൂടാരങ്ങളിൽ പോയിട്ട്, അവരുടെ കേന്ദ്രങ്ങളിൽ പോയിട്ട് സഭയെപ്പറ്റി, മറിയത്തെപ്പറ്റി, പരിശുദ്ധ കുർബാനയെ പറ്റി പറയണം. അഭിബന്ധ പിതാവ് ഈ വൈദികന്റെ ദുഷ്ടത കണ്ടിട്ട് പോകാൻ പറയുക. പ്രിയപ്പെട്ട ദൈവമക്കളെ, 3 വർഷത്തോളം ഈ വൈദികൻ ഡൊമിനിക് എന്ന് പറയുന്ന വിശുദ്ധിയുള്ള വൈദികൻ പോയി പ്രസംഗിച്ചിട്ട് ഒരൊറ്റ വ്യക്തി മാനസാന്തരപ്പെട്ടിട്ടില്ല. ശ്രദ്ധിക്കണേ, ലോകത്തില് ഒരു വ്യക്തിയും പ്രസംഗം കൊണ്ട് മാനസാന്തരപ്പെട്ടിട്ടില്ല. ഏതെങ്കിലും ധ്യാന കേന്ദ്രത്തില്, ഏതെങ്കിലും ശുശ്രൂഷയില് ആരെങ്കിലും മാനസാന്തരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ വ്യക്തികൾക്ക് വേണ്ടി ആരെങ്കിലും കൈവിരിച്ചു പിടിച്ച് പ്രാർത്ഥിക്കുന്നത് കൊണ്ടാ. ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. 3 വർഷത്തോളം പ്രസംഗിച്ചിട്ട് ഒരാളും മാനസാന്തരപ്പെട്ടില്ല. അവസാനം അടുത്ത് തിരിച്ചു പോകേണ്ട സമയമായി. ഈ വൈദികൻ 3 ദിവസക്കാലം കണ്ണുനീരോടെ
ഒരു വനത്തിലിരുന്ന് ഉപവസിച്ച് ശരീരത്തെ പീഡനങ്ങൾ സഹിച്ച് ശരീരത്തെ പീഡനമേൽപ്പിച്ച് കരഞ്ഞു മാതാവിൻ്റെ മധ്യസ്ഥതയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ രാത്രിയിൽ 1214 പരിശുദ്ധ അമ്മ മാതാവ് പ്രത്യക്ഷപ്പെട്ട് അമ്മ മാതാവ് പഠിപ്പിച്ച പ്രാർത്ഥനയാണ് നമ്മളിപ്പോൾ ചൊല്ലുന്ന ജപമാല. സ്വരമെടുത്ത് പറയാം ഹല്ലേലൂയാ, സ്വരമെടുത്ത് പറയാം ഹല്ലേലൂയാ. പ്രിയപ്പെട്ടവരെ, രാത്രി മുഴുവൻ ഡൊമിനിക്കച്ചൻ കൃപ നിറഞ്ഞ മറിയമേ എന്നുള്ള പ്രാർത്ഥന ഉരുവിടും. പകലവൈ പ്രസംഗിക്കും. ഓർക്കണം, 3 വർഷക്കാലം പ്രസംഗിച്ചിട്ട് മാനസാന്തരപ്പെടാത്ത ദേശങ്ങള് വെറും 1 വർഷം കൊണ്ട് ആ ദേശം മുഴുവൻ മാനസാന്തരപ്പെട്ട് പരിശുദ്ധ കത്തോലിക്ക സഭയില് അവർ തിരിച്ചു വരിക. ദൈവമക്കളെ ശ്രദ്ധിക്കണേ, ഈ കാലഘട്ടത്തിൽ തിരുസഭയ്ക്കെതിരെ, വൈദികർക്കെതിരെ, സമർപ്പിതർക്കെതിരെ, വിശ്വാസ സമൂഹത്തിനെതിരെ ഒളിഞ്ഞും തെളിഞ്ഞും പരസ്യമായും രഹസ്യമായും സാത്താൻ പ്രവർത്തിക്കുമ്പോൾ സാത്താന്റെ കുടിലതന്ത്രങ്ങളെ എതിർത്തു നിൽക്കുവാൻ ദൈവത്തിന്റെ ശക്തമായ ആയുധമാ സ്വർഗം പഠിപ്പിച്ച പ്രാർത്ഥനയായ സ്വർഗസ്ഥനായ പിതാവും സ്വർഗത്തിന്റെ പിതാവായ ദൈവവും പുത്രനായ ഈശോയും പരിശുദ്ധ റൂഹായും ചേർന്ന് പഠിപ്പിച്ച പ്രാർത്ഥനയായ നന്മ നിറഞ്ഞ മറിയമേ എന്നുള്ള പ്രാർത്ഥനയും ചൊല്ലുമ്പോൾ സാത്താന്റെ കെട്ടുകളഴിയും. ഞാനിത് പറയണത് ഈ മക്കളെ ശ്രദ്ധിക്കണേ, എവിടൊക്കെ ജപമാല കോട്ടകള്, ജപമാല പ്രാർത്ഥനകൾ ഉയരുന്നുണ്ടോ അവിടെയെല്ലാം സാത്താന്റെ ബന്ധനങ്ങൾ അഴിഞ്ഞു മാറാൻ തുടങ്ങിയിട്ടുണ്ട്. സ്വരമെടുത്ത് പറയാം ഹല്ലേലൂയാ. അഭിഷേകത്തോടെ പറയാം ഹല്ലേലൂയാ. സ്വരമെടുത്ത് പറയാം ഹല്ലേലൂയാ. വിശുദ്ധ ലൂയിസ് മോൺഫോർട്ട്, പരിശുദ്ധ കത്തോലിക്ക സഭയിലെ ജപമാല ഭക്തനായ വിശുദ്ധ ലൂയിസ് മോൺഫോർട്ട് പറയുക, ഒരു വ്യക്തി അതരം തുറന്ന് ഒരു നന്മ നിറഞ്ഞ മറിയമേ ചൊല്ലുമ്പോൾ സാത്താന്റെ കോട്ടയിലേക്ക് വെടിയുണ്ട കയറി ചെല്ലുക. ദൈവമക്കളെ ശ്രദ്ധിക്കണേ, ഏറ്റവും പ്രയാസം ചെല്ലാനുള്ള പ്രാർത്ഥനയാ ഈ പ്രാർത്ഥന. ഇവിടെ ഈ സമൂഹത്തില് ഉറക്കമില്ലാത്തത്, അല്ലെങ്കിൽ ഇത് കേട്ടോണ്ടിരിക്കണ മക്കളെ, ഉറക്കമില്ലാത്ത മക്കള് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ബ്രദറ് ഒരു മരുന്ന് പറഞ്ഞു തരാം. ഒരു സ്ലീപ്പിംഗ് പിൽസ്, ഒരു മരുന്ന് നിങ്ങൾ കഴിക്കണ്ട, ഒരു ചെറിയൊരു മരുന്ന് തരാം. ഉറക്കം വരാത്ത രാത്രി ഉണ്ടെങ്കിൽ, ഉറക്കം വരാത്ത മക്കളെ, ഈ ജപമാല എടുത്ത് അങ്ങോട്ട് തുടങ്ങിക്ക്. രണ്ടാമത്തെ ദുഃഖത്തിന് 2ാം രഹസ്യം തരുമ്പോ ഉറക്കം തുടങ്ങും. കാരണം അറിയാമോ, സാധാരണ അറിയാം, ഈ പ്രാർത്ഥന അവൻ ചൊല്ലിക്കത്തില്ല. ഈ പ്രാർത്ഥന കുടുംബത്തിൽ ചൊല്ലിയാൽ അവൻ അവിടെ ഇരിക്കാൻ പറ്റത്തില്ല. ഹല്ലേലൂയ പറഞ്ഞേ. ഈ പ്രാർത്ഥന സഭയിൽ ചൊല്ലിയാൽ സാത്താൻ ഇരിക്കാൻ പറ്റില്ല. നിങ്ങൾ ശ്രദ്ധിക്കണേ, 13ാം നൂറ്റാണ്ടിന് ശേഷമുള്ള പരിശുദ്ധ കത്തോലിക്ക സഭയിലെ മുഴുവൻ വിശുദ്ധരുടെയും ഏറ്റവും പ്രധാനപ്പെട്ട പ്രാർത്ഥന ഏത് പ്രാർത്ഥനയായിരുന്നു അറിയാമോ? ജപമാല പ്രാർത്ഥന. കേരളത്തിന്റെ സഹനദാസിയായ അൽഫോൻസാമയ്ക്ക് ഇഷ്ടപ്പെട്ട പ്രാർത്ഥന ഈ പ്രാർത്ഥനയായിരുന്നു. CMC സന്യാസഭയുടെ വിശുദ്ധയായ പ്രിയപ്പെട്ട യൗപ്രാസ്യമ്മ, കേരളത്തിന്റെ പ്രാർത്ഥിക്കണ അമ്മ, മരിച്ചാലും ഞാൻ മറക്കത്തില്ലെന്ന് പറയണ യൗപ്രാസ്യമ്മ രാത്രിയുടെ യാമങ്ങളിൽ മുഴുവൻ ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക്, പാപികൾക്ക് വേണ്ടി കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിക്കുമായിരുന്നു. ഒല്ലൂർ കോൺവെന്റിൽ യൗപ്രാസ്യമ്മയുടെ വലതുകരത്തിന്റെ അസ്ഥി ഇരിപ്പുണ്ട്. അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, നിരന്തരം ജപമാല ചെല്ലുന്ന വിരല്. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ചാവറ പിതാവ് ജപമാല ചൊല്ലുന്ന വിശുദ്ധനാ. വാഴ്ത്തപ്പെട്ട കുഞ്ഞച്ചൻ പാവപ്പെട്ടവരുടെ പ്രത്യേക മധ്യസ്ഥന. കുഞ്ഞച്ചൻ ജപമാല ചൊല്ലുന്ന വ്യക്തിയാ. വാഴ്ത്തപ്പെട്ട മദർ മറിയം ത്രേസ്യ ജപമാല ചൊല്ലുന്ന വ്യക്തിയാ. കദളിക്കാട്ട് മത്തായിച്ചൻ, SH കോൺഗ്രസ് സ്ഥാപിച്ച കദളിക്കാട്ട് മത്തായിച്ചൻ ജപമാല ചൊല്ലുന്ന വ്യക്തിയാ. പ്രിയപ്പെട്ടവരെ, SABS കോൺഗ്രസ് സ്ഥാപിച്ച ശന്താളമ്മയും അതുപോലെ തന്നെ പ്രത്യേകമായിട്ട് കുര്യാളശ്വരി പിതാവും ജപമാല ഭക്തിയുള്ളവരാ. പ്രിയപ്പെട്ടവരെ, 13ാം നൂറ്റാണ്ടിന് ശേഷം കത്തോലിക്ക തിരുസഭയിലെ എല്ലാ വിശുദ്ധരുടെയും ഏറ്റവും പ്രധാനപ്പെട്ട പ്രാർത്ഥന ഏത് പ്രാർത്ഥനയാണെന്നറിയാമോ? ജപമാല പ്രാർത്ഥന. പരിശുദ്ധ കത്തോലിക്ക സഭയില് ഏറ്റവും കൂടുതൽ വർഷം പഞ്ചശതം സ്വീകരിച്ച വിശുദ്ധനാണ് വിശുദ്ധ പാതിരിപ്പിയോ. ഈശോ മിശിഹായുടെ കുരിശിലെ സഹനത്തിന്റെ അതേ സഹനം തന്നെ ആത്മാവിലും ശരീരത്തിൽ ഉള്ളുകൊണ്ട് വഹിച്ച വ്യക്തിയാണ് പരിശുദ്ധി അമ്മ. പിന്നെ നമ്മൾ ബൈബിള് കാണുന്നത് പൗലോസ്ലിയെ പറ്റിയ, കർത്താവ് സഹിച്ച പീഡകളിലെ കുറവുകൾ ഞാൻ എൻ്റെ ശരീരത്തെ വഹിക്കുന്നു. അസീസിയിലെ ഫ്രാൻസിസ് 25 വർഷം പഞ്ചശതം സ്വീകരിച്ച വ്യക്തിയാ. കേരളത്തില്
ആദ്യത്തെ പഞ്ചശധാരിയാണ് വാഴ്ത്തപ്പെട്ട മദർ മറിയം ത്രേസ്യ. എന്ന സഭയുടെ ചരിത്രത്തില് 50 വർഷത്തോളം ശരീരത്തില് ഈശോ മിശിഹായുടെ കുരിശിന്റെ അടയാളമായ, സഹനത്തിന്റെ അടയാളമായ പഞ്ചശതം ശരീരത്തിൽ ധരിച്ച വിശുദ്ധനാണ് വിശുദ്ധ പാതിരിപ്പിയോ. അദ്ദേഹത്തിന് വലിയ കൃപാവരങ്ങളുണ്ട്. ഒരു വ്യക്തി കുമ്പസാരക്കൂട്ടിലേക്ക് വരുമ്പോൾ മറച്ചു വച്ചിരിക്കുന്ന പാപങ്ങള് വെളിപ്പെടുത്തി കൊടുക്കാനുള്ള പരഹൃദയ ജ്ഞാനമുള്ള വിശുദ്ധനാ. ഈ വിശുദ്ധന്റെ പ്രത്യേകത, ഒരേ സമയത്ത് 2 സ്ഥലത്ത് ചെല്ലാൻ വരദാനമുള്ള ബൈലൊക്കേഷൻ എന്ന് പറഞ്ഞ വരം, വിശുദ്ധ ജദ്രൂദിനുള്ള വരം, വിശുദ്ധ ഫിലിപ്പിനേരിക്കുള്ള വരം, വിശുദ്ധ വിൻസെന്റ് ഫെറനുള്ള വരം, ഈ വരം കിട്ടിയ അപൂർവ വിശുദ്ധന്മാരിൽ ഒരാളാ. അദ്ദേഹത്തിന്റെ ജീവിതത്തില് അദ്ദേഹം ഒരു ദിവസം 40-ലധികം ജപമാല ചൊല്ലിയ വ്യക്തിയാ. സ്വരപ്പെടുത്തി പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, തിരുസഭയില്, പരിശുദ്ധ കത്തോലിക്കാ സഭയില് വൈദികരുടെ മധ്യസ്ഥനാണ് വിശുദ്ധ ജോൺ മരിയ വിയാനി. ജോൺ മരിയ വിയാനി വലിയ പണ്ഡിതനൊന്നുമല്ല, പക്ഷെ കത്തോലിക്കാ സഭയിലെ എല്ലാ വൈദികരുടെ മധ്യസ്ഥനായിട്ട് ജോൺ മരിയ വിയാനിയെ സഭ പ്രഖ്യാപിക്കുമ്പോ, ദൈവമക്കളെ, ഒരു കഴിവുമില്ലാത്ത, പാണ്ഡിത്യമില്ലാത്ത, പ്രസംഗപാഠമില്ലാത്ത, വലിയ കഴിവുകളോ പാണ്ഡിത്യമൊന്നുമില്ലാത്ത ഈ സാധാരണക്കാരനായ വൈദികൻ, പാപം നിറഞ്ഞ, വെറിക്കൂത്ത് നിറഞ്ഞ, തിന്മ നിറഞ്ഞ, മ്ലേച്ഛത നിറഞ്ഞ, ജഡികപാപം നിറഞ്ഞ ഒരു പാപത്തിന്റെ സാത്താന്റെ കോട്ടയായി മാറിയ ആർസ് എന്ന് പറയുന്ന ഇടവയിലേക്ക് ചെല്ലുമ്പോൾ അദ്ദേഹം ചെയ്യുന്നതിന് പരിശുദ്ധ കുർബാന എഴുന്നള്ളിച്ചു വെച്ച് മുട്ടുകുത്തി കൈവിരിച്ചു പിടിച്ച് പാപികൾക്ക് വേണ്ടി കണ്ണുനീരൊഴുക്കി സഹനങ്ങൾ ഏറ്റെടുത്ത് ജപമാല ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ അത്ഭുതങ്ങൾ സംഭവിക്കുക. അതായത് 20 ലക്ഷത്തിലധികം പേരെ മാനസാന്തരപ്പെടുത്തുവാൻ യൂറോപ്പില് ലോകത്തിലെ ഏറ്റവും വലിയ മാനസാന്തരങ്ങൾ സംഭവിച്ച ഒരു വിശുദ്ധനെ സഭയില് ഇന്ന് കിട്ടാൻ കാരണം നിരന്തരമായ ജപമാല പ്രാർത്ഥനയാ. ഹല്ലേലൂയ പറഞ്ഞേ. ഞാനിത് പറയുമ്പോ ദൈവമക്കളെ, നമ്മുടെ കുടുംബങ്ങളിൽ, സഭയില്, സമർപ്പിത ജീവിതത്തില്, ശുശ്രൂഷാ മേഖലകളിൽ അമ്മ മാതാവിനെ നമ്മൾ കൂട്ടുപിടിക്കണം. ഞാനിത് പറയുമ്പോൾ ഒരു സാധാരണക്കാരനായ വ്യക്തിയാണ്, സാധാരണ വിദ്യാഭ്യാസമുള്ള വ്യക്തിയാണ്. ജീവിതത്തിൽ ലോകത്തിൻ്റെതായ വഴികളിൽ പോയി 6 വർഷത്തോളം കോട്ടയം നവജീവനിൽ മാനസിക രോഗികളെ ശുശ്രൂഷിക്കുന്ന കാലഘട്ടത്തിൽ അവിടെ മുട്ടുകുത്തി രോഗികളെല്ലാം കുളിപ്പിച്ചതിന് ശേഷം മുട്ടുകുത്തി കൈവിരിച്ചു പിടിച്ച്, അമ്മ മാതാവേ എന്നെ തിരുവചനം പഠിപ്പിക്കണമേ, അമ്മ മാതാവേ ശുശ്രൂഷ അഭിഷേകം തരണമേ, ലോകത്തിൻ്റെതായ എല്ലാ ജീവിതത്തിലും നടന്ന എൻ്റെ ജീവിതത്തെ മാതാവിനോട് ചേർന്ന്, പരിശുദ്ധി അമ്മയോട് ചേർന്ന് ജപമാല ചൊല്ലാൻ തുടങ്ങിയപ്പോൾ അമ്മ മാതാവ് വചനം പഠിപ്പിക്കാൻ തുടങ്ങി. ഹല്ലേലൂയ പറഞ്ഞേ. അമ്മ മാതാവ് വചനത്തിന്റെ അമ്മയാ, ജ്ഞാനത്തിന്റെ അമ്മയാ, കൃപയുടെ അമ്മയാ. അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം കിട്ടും. ലൂക്കാസ് വിശേഷം 1-ാം അധ്യായം 39 മുതൽ വാക്യങ്ങളിൽ പരിശുദ്ധ മറിയം ഉണ്ണീശോയും കൊണ്ട് ഉദരത്തിൽ വഹിച്ചുകൊണ്ട് എലിസബത്തിനെ കാണാൻ എലിസബത്തിന്റെ ഭവനത്തിലേക്ക് തിടുക്കത്തിൽ യാത്ര ചെയ്യുമ്പോൾ പരിശുദ്ധി അമ്മയുടെ അഭിവാദനം കേൾക്കുമ്പോൾ എലിസബത്തിന്റെ ഉദരത്തിൽ കിടന്ന ശിശു കുതിച്ചു ചാടി പരിശുദ്ധാത്മാവ് നിറഞ്ഞു. ദൈവമക്കളെ, പരിശുദ്ധാത്മാവിന്റെ മണവാട്ടിയാണ് പരിശുദ്ധി അമ്മ. അപ്പസ്തോല പ്രവർത്തനം 1-ാം അധ്യായം 14-ാം തിരുവചനത്തിൽ ചെതറിപ്പോയ സ്ത്രീകന്മാരെ ഒന്നിച്ചു ചേർത്ത് റൂഹായുടെ വരവിന് വേണ്ടി ഒരുക്കിയ വ്യക്തിയാണ് പരിശുദ്ധി അമ്മ. ഐക്യത്തിന്റെ അമ്മയാണ് പരിശുദ്ധി അമ്മ. പരിശുദ്ധാത്മാവിന്റെ മണവാട്ടിയാണ് പരിശുദ്ധി അമ്മ. നരകസർപ്പത്തിന്റെ തല തകർക്കാൻ ദൈവം തെരഞ്ഞെടുത്ത വ്യക്തിയാണ് പരിശുദ്ധ മറിയം. ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. ദൈവം തമ്പുരാൻ സാത്താനെ അടിക്കാൻ ഉപയോഗിക്കുന്ന ഏറ്റവും വലിയ ആയുധമാണ് മറിയം. പരിശുദ്ധ മറിയത്തെ വെച്ച് സാത്താനെ അടിക്കുമ്പോൾ അവന്റെ നടുവടിച്ചു പോകും. പ്രിയപ്പെട്ട മക്കളെ, ഇതാണ് വിശുദ്ധർക്ക് മനസ്സിലായത്. ഇതുകൊണ്ട് വിശുദ്ധ ലൂയിസ് മോൺഫോർട്ടിനും വാഴ്ത്തപ്പെട്ട അലനും ജോൺ ബോൾ മാർപ്പാപ്പയ്ക്കും യോഹന്നാൻ 23 മാർപ്പാപ്പയ്ക്കും 10-ാം പീസ് മാർപ്പാപ്പയ്ക്കും വിശുദ്ധ പാട്രിക്കിനും ഫ്രാൻസിസ് ലോകത്തില് ഏറ്റവും കൂടുതൽ സുവിശേഷം പ്രസംഗിച്ച സഭയില് പ്രേക്ഷിതരുടെ മധ്യസ്ഥനായ വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രാർത്ഥന ജപമാല പ്രാർത്ഥനയാ. ഹല്ലേലൂയ പറഞ്ഞേ. അഭിഷേകത്തോടെ പറഞ്ഞ ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, കരങ്ങൾ താഴ്ത്തിക്കണം. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ ഇനി പ്രാർത്ഥിക്കുമ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. പിശാചിന് ഏറ്റവും ഇഷ്ടമില്ലാത്തൊരു പ്രാർത്ഥനകളുള്ളതാണ് സഹിച്ചു പ്രാർത്ഥിക്കുക.
നമ്മളെല്ലാം സഹനത്തിൽ ജീവിക്കുന്നവരാണ്. യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം 33-ാം തിരുലിഖിതം, ലോകത്തിൽ നിങ്ങൾക്ക് ഞെരുക്കങ്ങൾ ഉണ്ടാകാം, എങ്കിലും നിങ്ങൾ ധൈര്യമായിരിക്കുവിൻ, ഞാനിതാ ലോകത്തെ കീഴടക്കിയിരിക്കുന്നു. ലൂക്കാസ് സുവിശേഷം 9-ാം അധ്യായം 23-ാം തിരുവചനം, എന്നെ അനുഗമിക്കാൻ, യേശുവിനെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവൻ കുരിശെടുക്കണം. ശ്രദ്ധിക്കണേ, നമ്മൾ എന്തുകൊണ്ടാണ്, ഞാനത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യത്തിലേക്ക് വരിക, നമ്മുടെ കുടുംബത്തിലെ ചില കെട്ടുകൾ അഴിയാത്തത്. ശ്രദ്ധിക്കണേ, നമുക്ക് എല്ലാവർക്കും സഹനമുണ്ട്. ഇവിടെ ഇരിക്കുന്നവർക്കും ഇത് കേൾക്കുന്ന എല്ലാ വ്യക്തികൾക്കും സഹനമുണ്ട്. ദൈവം അനുവദിച്ച സഹനത്തെ പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഈശോയുടെ കുരിശിനോട് ചേർത്ത് വെച്ച് സഹിക്കിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ കെട്ടുകൾ അഴിയാൻ തുടങ്ങും. ഹല്ലേലൂയ പറഞ്ഞേ, ഹല്ലേലൂയ. കത്തോലിക്കാ സഭയിലെ ഒരു വിശുദ്ധയാണ് വിശുദ്ധ എമിലി. എമിലി ഒത്തിരി ആഗ്രഹിച്ചത് ഒരു സന്യാസിനിയാകാൻ. പക്ഷെ വീട്ടുകാർക്ക് ഒരൊറ്റ പെങ്ങളെ ഉള്ളൂ, ഒരു മകളെ ഉള്ളൂ. അതുകൊണ്ട് വിവാഹ ജീവിതത്തിലേക്ക് പറഞ്ഞു വിട്ടു. വിവാഹം കഴിച്ചു കഴിഞ്ഞപ്പോൾ അറിഞ്ഞത് ഭർത്താവ് ലോകത്തിൽ ജീവിക്കുന്ന വ്യക്തിയാണ്. അമ്മായിമ്മയാണ് വളരെ മോശമാണ്. പ്രിയപ്പെട്ടവരെ, വിശുദ്ധയായ എമിലി എന്താ ചെയ്യുന്നറിയാമോ? കണ്ണുനീരൊഴുക്കി ഈ സഹനങ്ങൾ മുഴുവൻ കർത്താവിൻ്റെ കുരിശിനോട് ചേർത്ത് വെച്ച് പാപികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഹല്ലേലൂയ പറഞ്ഞേ. ഞാൻ പറയണത് ശ്രദ്ധിക്കണേ, പിശാചിന് ഇഷ്ടമില്ലാത്ത 4 പ്രാർത്ഥനകൾ ബ്രദർ പറയാൻ പോയി രാത്രി. ഒന്നാമത്തെ പ്രാർത്ഥനയാണ് പാപികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് ദുഷ്ടന് ഇഷ്ടമില്ല. രണ്ടാമത്തെ പ്രാർത്ഥനയാണ് ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ദുഷ്ടന് ഇഷ്ടമില്ല. മൂന്നാമത് തിരുസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണ ദുഷ്ടന് ഇഷ്ടമില്ല. നാലാമത് ലോക സുവിശേഷ വേലയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് ദുഷ്ടന് ഇഷ്ടമില്ല. ഹല്ലേലൂയ പറഞ്ഞേ. വിശുദ്ധ എമിലി തന്റെ സഹനങ്ങൾ മുഴുവൻ പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടി കാഴ്ചവെച്ച് 4 വർഷത്തോളം പ്രാർത്ഥിച്ചതിന് ഫലമായി അമ്മായിമ്മ മക്രീന മാനസാന്തരപ്പെട്ടു. പ്രിയപ്പെട്ടവരെ, അവർ രണ്ടുപേരും കൂടെ ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഭർത്താവായ ബേസിൽ മാനസാന്തരപ്പെട്ടു. പ്രിയപ്പെട്ടവരെ, അവർക്ക് ജനിച്ച മക്കളിൽ 10 മക്കളിൽ 5 മക്കൾ വിശുദ്ധരായി. പരിശുദ്ധ കത്തോലിക്ക സഭയിലെ ഒരു കുടുംബത്തിലെ 8 പേര് വിശുദ്ധരായതിന് പിന്നിൽ വിശുദ്ധ എമിലിയുടെ സഹനത്തോടുള്ള പ്രാർത്ഥനയാ. കരമടിച്ച് കർത്താവിനെന്ന് പറയട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശ്രദ്ധിക്കണേ, ദൈവം അനുവദിക്കുന്ന കുരിശിനെ സന്തോഷത്തോടെ സ്വീകരിച്ച് ദൈവസന്നിധിയിൽ കൊടുക്കാൻ തുടങ്ങുമ്പോൾ അഭിഷേകം ഇറങ്ങാൻ തുടങ്ങും. ദൈവം അനുവദിക്കുന്ന സഹനവുമുണ്ട്, സാത്താൻ തരുന്ന സഹനവുമുണ്ട്. ദൈവം അനുവദിക്കുന്ന സഹനത്തെ സന്തോഷത്തോടെ സ്വീകരിക്കാൻ തുടങ്ങുമ്പോൾ സാത്താൻ തരുന്ന സഹനങ്ങൾ തകരാൻ തുടങ്ങും. ഹല്ലേലൂയ പറഞ്ഞേ. സ്വരപ്പെടുത്തി പറ ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾ ശ്രദ്ധിക്കണം, ഒരുപക്ഷെ സാത്താൻ തരുന്ന സഹനമായിരിക്കാം. അത് നിങ്ങൾ സന്തോഷത്തോടെ സ്വീകരിച്ച് ഒരു വേദന വരുമ്പോ പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടി, ഒരു വേദന വരുമ്പോ ശുദ്ധീകരണാത്മാവിന് വേണ്ടി, ഒരു സഹനം വരുമ്പോൾ അത് സഭയ്ക്ക് വേണ്ടി, ഒരു സഹനം വരുമ്പോ സുവിശേഷ വേലയ്ക്ക് വേണ്ടി സമർപ്പിക്കാൻ തുടങ്ങുമ്പോ സാത്താന് മനസ്സിലാകും, ഇവനെ തൊട്ടാൽ ഇവളെ തൊട്ടാൽ എന്റെ കൈ പൊള്ളും. ഹല്ലേലൂയ പറഞ്ഞേ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ രാത്രി ആരാധന പങ്കെടുക്കുന്ന മക്കളെ ശ്രദ്ധിക്കണേ. അതായത് ദുഷ്ടന് ഒരിക്കലും കേൾക്കാൻ ഇഷ്ടപ്പെടാത്ത പ്രാർത്ഥനയാണ് പാപികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. പരിശുദ്ധ അമ്മ ലൂസിക്കും ഫ്രാൻസിസിനും ജസീന്തയ്ക്കും അമ്മ മാതാവ് വെളിപ്പെടുത്തിയപ്പോൾ ഒരു ദിവസം ഫ്രാൻസിസിനെ കാണിച്ചു കൊടുത്തു നരകമുണ്ട്. നരകത്തിൽ വേദനിക്കുന്ന മക്കളെ കാണിച്ചപ്പോൾ ഫ്രാൻസിസ് പിന്നെ പരിത്യാഗ പ്രവർത്തിക്കുക, സഹനങ്ങൾ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക, കണ്ണുനീരോടെ പ്രാർത്ഥിക്കുക, ദുഃഖങ്ങൾ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക, ഉപവസിച്ച് പ്രാർത്ഥിക്കുക. വെറും 9 വയസ്സുള്ള കുഞ്ഞ് എങ്ങനെയാ പരിഹാരം ചെയ്തത്? വിശുദ്ധ ഫൗസ്റ്റീന, മരിയ ഫൗസ്റ്റീന 905 മുതൽ 937 വരെ പോളണ്ടിലെ ക്രക്കോവിൽ ഈശോ മിശിഹ നേരിട്ട് പ്രത്യക്ഷപ്പെട്ട് തന്റെ സഹനങ്ങള് കരുണയെപ്പറ്റി വെളിപ്പെടുത്തി കൊടുത്ത വിശുദ്ധ മരിയ ഫൗസ്റ്റീന ഡയറിക്കകത്ത് 24 പ്രാവശ്യം നരകത്തെ പറ്റിയും ശുദ്ധീകരണ സ്ഥലത്തെ പറ്റിയും പറയുന്നുണ്ട്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ രാത്രി ദൈവമക്കളെ, നമ്മൾ കരയുന്ന എന്തിനാ? നമ്മൾ കരയണ ജോലി കിട്ടാത്തതിന്റെ പേരില്ല, വീട് കിട്ടാത്തതിന്റെ പേരില്ല, കുഞ്ഞുങ്ങൾ ഉണ്ടാകത്തിന്റെ പേരില്ല,
അമേരിക്കയ്ക്ക് പോകത്തിന്റെ പേരില. ദൈവമക്കളെ, നമ്മൾ ഏറ്റവും കൂടുതൽ കരയണം എന്തിനാണെന്നറിയാമോ? നമ്മുടെ കുടുംബത്തിലെ ജീവിത പങ്കാളി, മക്കള് പാപം ചെയ്ത് നരകത്തിൽ പോകാതിരിക്കാനാണ് കരയേണ്ടത്. ഇന്ന് ദൈവമക്കളുടെ മുഴുവൻ കരച്ചില് ലോകത്തിന് വേണ്ടി സാത്താൻ ഇഷ്ടമാ. ഞാനിത് പറയുമ്പോൾ ശ്രദ്ധിക്കണം. ഈ രാത്രി ആരാധന പങ്കെടുക്കുന്ന മക്കളെ, നമുക്ക് രോഗമുണ്ട്, നമുക്ക് സഹനമുണ്ട്, നമുക്ക് നിന്ദനമുണ്ട്, നമുക്ക് അപമാനമുണ്ട്, നമുക്ക് ഒറ്റപ്പെടലുണ്ട്. ഒരു പക്ഷേ ചില ദിവസങ്ങളിൽ നമ്മുടെ സങ്കടം ഒരു മനുഷ്യന് പോലും മനസ്സിലാകത്തില്ല. ഒരു മനുഷ്യന് പോലും നമ്മുടെ വേദന മനസ്സിലാകത്തില്ല. നമ്മൾ ഒറ്റപ്പെട്ട രാത്രി ഉണ്ടാകാം. പക്ഷേ ഈ സഹനങ്ങളൊക്കെ പരിശുദ്ധ അമ്മയോട് ചേർത്ത്, കർത്താവിന്റെ കുരിശിനോട് ചേർത്ത് സഹിക്കാൻ തുടങ്ങുമ്പോൾ കുരിശിൽ നിന്ന് ശക്തി പുറപ്പെടും. ഹല്ലേലൂയ പറഞ്ഞേ, ഹല്ലേലൂയ. ദൈവമക്കളെ ശ്രദ്ധിക്കണേ, സഹനങ്ങളെ 3 വിധത്തിലെടുക്കാം. ഇന്ന് ക്രൈസ്തവര് എടുക്കുന്ന 2 വിധം വളരെ തെറ്റായ രീതിയാണ്. കേൾക്കണേ, 3 വിധത്തിലാ നമുക്ക് സഹനങ്ങളെ ഏറ്റെടുക്കാൻ പറ്റുന്നത്. ഒന്നാമത് ഏറ്റെടുക്കുന്നത്, സഹനങ്ങൾ വരുമ്പോൾ അത് മറ്റുള്ളവരുടെ തലയിൽ വെച്ചിട്ട് പഴിചാരാം. അത് പൈശാചികമാ. അവര് കാരണമാ, ഇവള് കാരണമാ, അവര് കാരണമാ, ഇവര് കാരണമാ എനിക്ക് സഹനം വന്നത്. രണ്ടാമത്, സഹനം വരുമ്പോൾ അത് ഉള്ളിൽ ഒതുക്കി നിരാശപ്പെട്ട് ചിലർ ആത്മഹത്യ ചെയ്യുന്നു, ചിലര് മൗനമായിട്ടിരിക്കണു, സന്തോഷമില്ലാതെ വെറുപ്പിലും വിദ്വേഷത്തിലും കഴിയുന്നു. ഇന്ന് 90% ജനങ്ങളും സഹനങ്ങൾ സ്വീകരിക്കുന്നത് ഒന്നെങ്കിൽ മറ്റുള്ളവരുടെ തലയിൽ വെക്കും, അല്ലെ ഉള്ളിൽ സ്വീകരിച്ചിട്ടാ. മൂന്നാമതൊരു സഹനമുണ്ട്. ദൈവം അനുവദിച്ച സഹനത്തെ സന്തോഷത്തോടെ സ്വീകരിച്ച് കർത്താവിൻ്റെ കുരിശിനോട് ചേർത്ത് വെച്ച് സഹിക്കാൻ തുടങ്ങുമ്പോൾ നമ്മളിലൂടെ ദൈവ പദ്ധതികൾ നിറവേറാൻ തുടങ്ങും. ഹല്ലേലൂയ പറഞ്ഞേ, അഭിഷേകത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. സഹോദരൻ സഹനം വരുമ്പോൾ, ഒരു വേദന വരുമ്പോൾ, സഹോദരൻ ഈ സഹനം പരിശുദ്ധ അമ്മയോട് ചേർന്ന് കുരിശിനോട് ചേർത്ത് വെച്ച്, കർത്താവേ, ഇപ്പോൾ മരണാസന്നനായി കിടക്കുന്ന ഒരു പാപിക്ക് വേണ്ടി ഞാൻ കാഴ്ചവെക്കുന്നു. സാത്താന്റെ കോട്ട തകരും. ഹല്ലേലൂയ പറഞ്ഞേ. ഒരുപക്ഷെ ഇത് കേൾക്കുന്നത് ഈ മക്കളെ ക്യാൻസർ രോഗമുള്ളവരുണ്ടാകാം. ക്യാൻസർ രോഗം ഒരു ശാപമായിട്ട് കാണരുത്. പലരും രോഗത്തെ ശാപമായിട്ട് കാണുന്ന കാലഘട്ടമാ. അങ്ങനെയെങ്കിൽ പരിശുദ്ധ കത്തോലിക്ക സഭയില് അഴുകാത്ത നാവിനുടമസ്ഥനായി 33 വർഷക്കാലം വചനം പ്രസംഗിച്ച് 33-ാമത്തെ വയസ്സിൽ മരിച്ച് 18 മരിച്ചവരെ എഴുന്നേൽപ്പിച്ച വിശുദ്ധ അന്തോനീസ് മരിച്ചത് ക്യാൻസർ രോഗത്താലാ. ഇന്നും അഴുകാത്ത ഹൃദയത്തിന് ഉടമസ്ഥയായിരിക്കുന്ന ആവിലായിൽ അമ്മത്രസ്യ 450 വർഷം കഴിഞ്ഞിട്ടും അമ്മത്രസ്യയുടെ ഹൃദയം അഴുകിയിട്ടില്ല, വലതുകരം അഴുകിയിട്ടില്ല. ഈശോയെ നേരിട്ട് കണ്ടയാളാ. ഉണ്ണീശോയെ കയ്യിലെടുത്ത ഈ അമ്മത്രസ്യ 67-ാമത്തെ വയസ്സിൽ മരിക്കണത് അർബുദ രോഗത്താലാ. പ്രൈസ് ദി ലോർഡ്. വിശുദ്ധ ക്ലാര പുണ്യവതി, TV കാരുടെ മധ്യസ്ഥയാ വിശുദ്ധ ക്ലാര. 28 വർഷം കോൺവെന്റിൽ രോഗിയായിട്ട് കിടക്കുമ്പോൾ ഈശോട് പറയുക, ഈശോ എനിക്ക് പരിശുദ്ധ കുർബാന കാണണം. TV കാണുന്നത് പോലെ നേരിട്ട് കാണാൻ പറ്റിയ കൃപ കിട്ടിയ ക്ലാര പുണ്യവതി 28 വർഷം സഹിച്ചു കിടന്നവളാ. 16-ാമത്തെ വയസ്സ് തൊട്ട് 24 വയസ്സ് വരെ രക്തം ഛർദ്ദിച്ച് ക്ഷയരോഗത്താൽ പിടിച്ച് 24-ാമത്തെ വയസ്സിൽ ഒരു നിലാവുള്ള രാത്രിയിൽ രക്തം ഛർദ്ദിച്ചുകൊണ്ടിരിക്കുമ്പോഴും പറഞ്ഞു, ഈശോയെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നെന്ന് പറഞ്ഞ മരിച്ച സഭ കണ്ട ഏറ്റവും വലിയ വിശുദ്ധയായ മധ്യസ്ഥ പ്രാർത്ഥനക്കാരിയായ പ്രേക്ഷിത മധ്യസ്ഥയായ വിശുദ്ധ കൊച്ചുത്രസ്യ മരിച്ചത് എവർക്കറിയാം, ക്ഷയരോഗം വന്ന. അൾത്താര ബാലന്മാരുടെ മധ്യസ്ഥനായ വിശുദ്ധ ജോൺ ബർക്കുമാൻസ് 21-ാമത്തെ വയസ്സിൽ രോഗിയായിട്ട് മരിച്ചയാളാ. 12-ാമത്തെ വയസ്സിൽ ഡൊമിനിക് സ്വാമിയ മരിച്ചു. 18-ാമത്തെ വയസ്സിൽ ലൂസി മരിച്ചു. 14-ാമത്തെ വയസ്സിൽ മരിയ കൊരേറ്റി മരിച്ചു. പ്രിയപ്പെട്ട ദൈവമക്കളെ, 50-ാമത്തെ വയസ്സിൽ മർത്തപ്പെട്ട മദർ മറിയം ത്രസ്യ ഷുഗർ രോഗത്താൽ കാല് വ്രണമായിട്ടാ മരിച്ചത്. രോഗം ഒരു ശാപമല്ല. എനിക്കും നിങ്ങൾക്കും രോഗം വരാം, സൗഖ്യം വരാം. അത് ദൈവം തരുന്നതാ. സൗഖ്യം കിട്ടിയാലും സൗഖ്യം ഉണ്ടെങ്കിലും രോഗമുണ്ടെങ്കിലും ഈ സഹനങ്ങൾ ചേർത്ത് വെച്ച്, ദൈവമേ ഞാൻ പാപിക്ക് വേണ്ടി കാഴ്ചവെക്കുന്നു, ശുദ്ധീകരണാത്മാവിന് വേണ്ടി കാഴ്ചവെക്കുന്നു, സഭയ്ക്ക് വേണ്ടി കാഴ്ചവെക്കുന്നു, പിതാക്കന്മാർക്ക് വേണ്ടി കാഴ്ചവെക്കുന്നു, കേരള സഭയ്ക്ക് വേണ്ടി, ലോക സുവിശേഷവൽക്കരണത്തിന് വേണ്ടി, പീഡിത രാജ്യത്തെ സഭയിലെ മക്കൾക്ക് വേണ്ടി കാഴ്ചവെക്കാൻ തുടങ്ങുമ്പോൾ സ്വർഗത്തിന്റെ അഭിഷേകം ആ കുടുംബത്തിലേക്ക് ഇറങ്ങാൻ തുടങ്ങും. ഹല്ലേലൂയ പറഞ്ഞേ.
അവിടെ തിന്മയുടെ കെട്ടുകൾ അഴിയാൻ തുടങ്ങും. ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. ആർട്സിലെ മാനസാന്തരം കണ്ടിട്ട് വിശുദ്ധ ജോൺ മരിയ വിയാനിയുടെ അടുത്ത് 2 വൈദികർ വന്നിട്ട് ജോൺ മരിയ വിയാനോട് ചോദിച്ചു, അഭിവന്ദ്യ അച്ഛാ, ഞങ്ങളും പ്രാർത്ഥിക്കുന്നുണ്ട്, ഞങ്ങളും കൊന്ത ചെല്ലുന്നുണ്ട്, ഞങ്ങളും പ്രാർത്ഥനയൊക്കെ നടത്തുന്നുണ്ട്, പക്ഷെ അച്ഛൻ്റെ ഇടവയുടെ അത്രയും മാനസാന്തരം ഞങ്ങളുടെ ഇടവയെ സംഭവിക്കണില്ല. ജോൺ മരിയ വിയാനി പറഞ്ഞു, അച്ഛാ പ്രാർത്ഥന മാത്രം പോരാ, അച്ഛാ കട്ടിൽ നിന്ന് നിലത്തേക്ക് ഇറങ്ങണം, മുട്ടുകുത്തിപ്പിടിക്കടിക്കണം, കൈവിരിച്ചു പിടിക്കണം, ഉപവസിക്കാൻ തുടങ്ങണം, സഹനം ഏറ്റെടുക്കാൻ തുടങ്ങണം, ശരീരത്തെ ചമ്മട്ടി കൊണ്ടടിക്കാൻ തുടങ്ങണം. ശരീരത്തിൽ വേദനിച്ച് കിടക്കുമ്പോ അത് പാപികൾക്ക് വേണ്ടി കാഴ്ചവെക്കാൻ തുടങ്ങുമ്പോ സാത്താന്റെ കെട്ടുകൾ പിടികൾ അഴിയാൻ തുടങ്ങും. ഞാൻ പറയണ ദൈവമക്കളെ, നമ്മൾ പ്രാർത്ഥിക്കാത്തത് കൊണ്ടല്ല, സഹനങ്ങൾ ഏറ്റെടുത്ത് ജപമാല ചൊല്ലട്ടെ. ഹല്ലേലൂയ പറഞ്ഞേ. സ്വരപ്പെടുത്തി പറഞ്ഞേ ഹല്ലേലൂയ. വേദനകൾ വരുമ്പോ അത് കർത്താവിന്റെ കുരിശിനോട് ചേർത്ത് വെച്ച് ഈ നിയോഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങിക്കേ. അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കാൻ തുടങ്ങും. ഹല്ലേലൂയ. ഹല്ലേലൂയ. 18 വർഷം പ്രിയപ്പെട്ട ചിലർ വിചിരിക്കുന്നുണ്ട്, ഞാൻ ഇത്രയും പ്രാർത്ഥിച്ചിട്ട് എൻ്റെ മകൻ എന്താ വഴിതെറ്റിപ്പോയത്, ഞാൻ ഇത്രയും പ്രാർത്ഥിച്ചിട്ട് എൻ്റെ ജീവിത പങ്കാളി എന്താ മാനസാന്തരപ്പെടാതെ. അങ്ങനെ വിഷമിക്കരുത് കേട്ടോ. 18 വർഷമാ മോനിക്ക പുണ്യമതി കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിച്ചതിന് ഫലമായിട്ടില്ലേ സഭയ്ക്കൊരു അഗസ്റ്റിനോസിനെ കിട്ടിയത്. കുടിച്ച് കരള് തീർന്ന് 21-ാമത്തെ വയസ്സിൽ മദ്യം കിട്ടാത്തതിന്റെ പേരിൽ ആത്മഹത്യ ചെയ്യാൻ പോയ ചെറുപ്പക്കാരനെ ഒരു വൈദികന്റെ സ്നേഹവും പ്രാർത്ഥന കൊണ്ടും തിരിച്ചു കൊണ്ടുവന്നിട്ട് ആ വ്യക്തി മാനസാന്തരപ്പെട്ട് ഇന്ന് സഭയിലെ മദ്യപാനികളുടെ മധ്യസ്ഥനായ വിശുദ്ധ മാറ്റ് ടാൽബോത്ത് എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ വീണ്ടെടുത്തത് പ്രാർത്ഥന വഴിയാ. ഹല്ലേലൂയ പറഞ്ഞേ. 5 പേരെ കൊലപ്പെടുത്തിയ കൊളംബസ് എന്ന് പറയുന്ന മഹാഭാവിയെ മാറ്റിമറിച്ചത് പ്രാർത്ഥന കൊണ്ടാ. ദൈവമക്കളെ, സഹിച്ചു പ്രാർത്ഥിക്കണം, ഉപവസിച്ചു പ്രാർത്ഥിക്കണം, മുട്ടുകുത്തി പ്രാർത്ഥിക്കണം, ത്യാഗമെടുത്ത് പ്രാർത്ഥിക്കണം, പരിഹാരം ചെയ്ത് പ്രാർത്ഥിക്കണം, മൗനമെന്ന വ്രതമെടുത്ത് പ്രാർത്ഥിക്കണം. നമ്മളെ പരിഹസിക്കുമ്പോൾ, ഒറ്റപ്പെടുത്തുമ്പോൾ, നിന്ദിക്കുമ്പോൾ, അപമാനിക്കുമ്പോൾ, ഈശോയെ എനിക്ക് വേണ്ടി കുരിശിൽ തൂക്കപ്പെട്ട്, ശ്രദ്ധിക്കണേ, ഒരു മനുഷ്യൻ അവസാനം ഉരിഞ്ഞിടാൻ പഠിക്കുന്നത് അവന്റെ ഉടുതുണിയാ. എനിക്ക് വേണ്ടി, നിങ്ങൾക്ക് വേണ്ടി, നമുക്കൊരു വേദന ഉണ്ടാകുമ്പോൾ, ഓടിപ്പോകുമ്പോൾ ഉടുതുണി പിടിച്ചോണ്ടാ പോകുന്നത്. എനിക്ക് വേണ്ടി, നിങ്ങൾക്ക് വേണ്ടി ഗാഗുൽത്തായുടെ നെറുകയില് ആയിരക്കണക്കിന് ആൾക്കാർ മുക്കി നിൽക്കേ. സ്ത്രീകൾ നിൽക്കുമ്പോ, പരീശന്മാര് നിൽക്കുമ്പോ, പ്രമാണിമാര് നിൽക്കുമ്പോ, നമുക്ക് വേണ്ടി ഉടുതുണി പോലും ഉരിഞ്ഞു തന്നവനെ നമ്മൾ അവനോട് ചേർന്ന് സഹിക്കാൻ തുടങ്ങുമ്പോ അഗ്നിയുടെ അഭിഷേകം ഇറങ്ങും. ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ വീടുകളിൽ സഹനത്തിന്റെ കണ്ണുനീരിന്റെ പ്രാർത്ഥനകൾ ഉയരട്ടെ. ആരോടും പരാതി പറയാനല്ല, പരിഭവം പറയാനല്ല. ഒരു വിശുദ്ധനും പരാതിയും പരിഭവം പറഞ്ഞ ആളല്ല വിശുദ്ധ ജർമ്മൻ എന്ന് പറയുന്ന വിശുദ്ധി. അതായത് ഈ വിശുദ്ധ ഒത്തിരി സഹിച്ചതാ. അതായത് അന്നാനമ്മയിൽ അമ്മ മരിച്ചുപോയി, രണ്ടാനമ്മയെന്ന് ഒത്തിരി സഹിച്ചതാ. നിശബ്ദമായി ഈ സഹനങ്ങൾ മുഴുവൻ പാപികൾക്ക് വേണ്ടി കാഴ്ചവെക്കുക. മരിച്ച ആര് പറഞ്ഞില്ല? മരിച്ച് 46 വർഷം കഴിഞ്ഞിട്ട് കബറം പൊട്ടിക്കുമ്പോൾ ആ കല്ലറയില് ഈ ശവശരീരം അഴുകാതെ കിടക്കുക. ഇന്ന് സഭ കണ്ട കൃപയുടെ വിശുദ്ധയാ. ശ്രദ്ധിക്കണേ ദൈവമക്കളെ, പരിശുദ്ധ കത്തോലിക്ക സഭ ഇന്ന് വരെ പ്രഖ്യാപിച്ച ഏതെങ്കിലും വിശുദ്ധര് സുഖിച്ചു ജീവിച്ചു മരിച്ചവരാണോ? സഹിച്ച് കുരിശിനെ കെട്ടിപ്പിടിച്ച് അമ്മ മാതാവിനെ കയ്യെ പിടിച്ച് സഹിച്ചു മരിച്ചവളാ. ശ്രദ്ധിക്കണേ, നമ്മുടെ ജീവിതത്തിൽ കുരിശുണ്ടാകും, ദൈവം അനുവദിക്കുന്ന കുരിശുണ്ടാകും. ഈ കുരിശെടുക്കാൻ നമുക്ക് ശക്തി തരുന്ന വ്യക്തിയാ പരിശുദ്ധ അമ്മ. ഹല്ലേലൂയ പറഞ്ഞേ. അതുകൊണ്ട് ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിലെ സഹനങ്ങൾ അമ്മയോട് ചേർത്ത് ജപമാല കൊണ്ട് കോർത്ത് അമ്മ മാതാവിൻ്റെ വിമല ഹൃദയം വഴി ഈശോയുടെ തിരുഹൃദയത്തിൽ സമർപ്പിക്കാൻ തുടങ്ങുമ്പോൾ ദേശത്തിൻ്റെ മേൽ, രാജ്യത്തിൻ്റെ മേൽ, സഭയ്ക്കെതിരായി സാത്താൻ്റെ കെട്ടുകൾ, കോട്ടകൾ തകരാൻ തുടങ്ങും. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. നമുക്ക് എഴുന്നേറ്റ് ഒരു നിമിഷം നമ്മുടെ കരങ്ങളിൽ ജപമാല എടുക്കട്ടെ. ഞാനിത് പറയുമ്പോൾ എല്ലാവരും എഴുന്നേറ്റേ. ഒരു പക്ഷേ ഇവിടെ വന്നിരിക്കുന്ന എല്ലാവർക്കും സഹനമുണ്ട്. സഹനമില്ലാത്ത ആരുമില്ല. രോഗമുണ്ടാകാം, കടഭാരമുണ്ടാകാം, നിന്ദനമുണ്ടാകാം. നമ്മൾ അതേ ഓർത്ത് പരാതി കൊണ്ടിരിക്കരുത്. സഹനം ഉണ്ടാകത്തില്ലെന്ന് ബൈബിൾ പഠിപ്പിച്ചിട്ടില്ലെന്നേ. അങ്ങനെ പഠിപ്പിക്കുന്നുണ്ട്, അത് തെറ്റാ. പഴയ നിയമത്തിലെ ശാപം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ?
പഴയ നിയമത്തിലെ ശാപമെന്ന് പറഞ്ഞ ദാരിദ്ര്യമാണ്, മക്കളില്ലാത്തതാ, വന്ധ്യതയാ, ആടില്ലാത്തതാ, മാടില്ലാത്തതാ, വീടില്ലാത്തതാ. പഴയ നിയമത്തിൻ്റെ അനുഗ്രഹമെന്ന് പറഞ്ഞാൽ ആടെ മാടെ സമ്പത്ത് മക്കളെന്ന പുതിയ നിയമത്തിലേക്ക് നിങ്ങളൊന്ന് പഠിച്ചു നോക്കി. യോഹന്നാൻ 16:20-21. അതായത് സഹനങ്ങൾ ദൈവാനുഗ്രഹമാണ്. ഹല്ലേലൂയ പറഞ്ഞേ. പുതിയ നിയമം പഠിപ്പിക്കണത് സഹനം ദൈവാനുഗ്രഹമാ. സമ്പന്നരെ, നിങ്ങൾക്ക് ദുരിതമെന്നാ പഠിപ്പിക്കുന്നത്. ഇപ്പൊ സന്തോഷിക്കുന്നവരെ, നിങ്ങൾക്ക് ദുരിതമെന്നാ പറയണത്. ദൈവമക്കളെ, ഈ രാത്രിയില് ഈ ആരാധന, ഈ ശുശ്രൂഷ പങ്കെടുക്കുന്ന മക്കള് ഒരുപക്ഷെ വീട്ടിലിരുന്ന് സഹിക്കുന്നവരില്ലേ? കിടന്ന് മക്കൾ പോലും നോക്കാതെ വീട്ടിലിരുന്ന് സഹിക്കണം. അമ്മ പ്രിയപ്പെട്ട ഈശോയുടെ മുത്ത. ഹല്ലേലൂയ പറഞ്ഞേ. ഈശോ നിങ്ങളെ ഒരുക്കുക സ്വർഗത്തിൽ കൊണ്ടുപോകാൻ. സഹനമില്ലാത്ത ഒരു രാജ്യമുണ്ട് കേട്ടോ. വേദനയില്ലാത്ത, കടഭാരമില്ലാത്ത, അപമാനങ്ങളില്ലാത്ത, നിന്ദനമില്ലാത്ത, ദുഃഖമില്ലാത്ത ഒരു രാജ്യത്ത് കൊണ്ടുപോകാൻ കർത്താവ് നിങ്ങൾ വെട്ടി ഒരുക്കുക. ഹല്ലേലൂയ പറഞ്ഞേ. കരങ്ങൾ ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. നമുക്ക് 2 കരങ്ങൾ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഉയർത്തിപ്പിടിക്കാം. കണ്ണടച്ചു പിടിച്ച് കരങ്ങൾ ഉയർത്തി എത്രമാത്രം സ്വരം ഉയർത്താമോ. ഈ ശ്രദ്ധിക്കണേ ദൈവമക്കളെ, നമുക്ക് സഹനമുള്ളവരാ, നമുക്ക് വേദനയുള്ളവരാ. നമുക്ക് ഈ രാത്രി ലോകത്തിൻ്റെ എവിടെ നിന്നായാലും ശരി മക്കളെ, രോഗക്കിടക്കയിലായിരിക്കാം, ആശുപത്രി കിടക്കയിലായിരിക്കാം, വീടിൻ്റെ മുറിയിൽ ഒറ്റപ്പെട്ട് കഴിയുന്നവരായിരിക്കാം. നിങ്ങളുടെ സഹനങ്ങൾ പാഴാക്കരുത്, വേസ്റ്റാക്കി കളയരുത്. ആ സഹനങ്ങൾ മുഴുവൻ അമ്മ മാതാവിനോട് ചേർന്ന്, ഈശോയുടെ കുരിശിനോട് ചേർത്ത് വെച്ച്, അമ്മേ ഈ സഹനങ്ങള് ഈ കുരിശുകൾ മുഴുവൻ അമ്മ മാതാവിൻ്റെ പ്രിയപ്പെട്ട മകന്റെ തിരുമുറിവിലേക്ക് ചേർത്ത് വെച്ച്, ഞങ്ങളിതാ പാപികൾക്ക് വേണ്ടി, സഭയ്ക്ക് വേണ്ടി, ശുദ്ധീകരണാത്മാക്കൾക്ക് വേണ്ടി, ലോക സുവിശേഷവൽക്കരണത്തിന് വേണ്ടി കാഴ്ചവെക്കുന്നു. കരങ്ങൾ ഉയർത്തി, സ്വരമുയർത്തി വിളിക്കട്ടെ. ഹല്ലേലൂയ. സ്വരമുയരട്ടെ. സ്വർഗത്തിന്റെ കൃപയിറങ്ങട്ടെ. ഹല 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 ഹല. പോരെ മക്കളെ, സ്വരമുയരട്ടെ. യേശുവേ എന്ന് വിളിക്കണം. കുരിശ് ചുമക്കാൻ കർത്താവ് ശക്തി തരിക, അഭിഷേകം തരാൻ പോവുക. ഹല്ലേലൂയ ഹല്ലേലൂയ. പരിശുദ്ധ അമ്മേ, ഈ രാത്രിയിൽ അമ്മയുടെ വലിയ മാധ്യസ്ഥ ഇറങ്ങി വരട്ടെ. കരങ്ങൾ ഉയർത്തി, സ്വരമുയർത്തി സ്തുതിക്കട്ടെ. ഹല 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 ഹല. യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കണം. സ്വരമുയർത്തി, കർത്താവേ ആത്മാവിന്റെ അഭിഷേകം ഇറങ്ങട്ടെ, ആത്മാവിന്റെ കൃപ ഇറങ്ങട്ടെ, ആത്മാവിന്റെ അഗ്നി ഇറങ്ങട്ടെ. ഹല ഹല. സാത്താന്റെ എല്ലാ കെട്ടുകളും അഴിയട്ടെ. സാത്താൻ അനുവദിക്കുന്ന സഹനങ്ങൾ തകരട്ടെ. ദൈവം അനുവദിച്ച സഹനങ്ങൾ സ്വീകരിക്കാൻ അഭിഷേകം വെളിപ്പെടട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഹല ഹല ഹല. കരങ്ങൾ തുറന്നു പിടിച്ച് കർത്താവിനെ ആരാധിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന 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 ആരാധന. കരങ്ങൾ നെഞ്ചോട് ചേർത്ത് വെച്ച് കണ്ണുകളെല്ലാം അടയട്ടെ. കർത്താവിന്റെ സ്നേഹത്തിന് നന്ദി പറയട്ടെ. സഹനങ്ങൾ കൃപകളാക്കാം, യേശുവിൻ്റെ ക്രൂശിൽ നൽകൂ. സഹനങ്ങൾ കൃപകളാക്കാം, യേശുവിൻ്റെ ക്രൂശിൽ നൽകൂ. ദൈവത്തിന്റെ കുഞ്ഞല്ല നീ, ദൈവത്തിന്റെ കുഞ്ഞല്ല, ദൈവത്തിന്റെ പ്രിയപ്പെട്ട മുത്ത നീ. സങ്കടത്താൽ വാടിയിടല്ലേ, കരയരുത് മോനെ. ദൈവത്തിന്റെ കുഞ്ഞല്ലേ നീ. സഹനത്തിന്റെ അമ്മയായ പരിശുദ്ധ അമ്മ നമ്മളെ സഹായിക്കും. വാടിയിടല്ലേ. സഹനങ്ങൾ കൃപകളാക്കാം, ഓ കർത്താവേ, യേശുവിന്റെ ക്രൂശിൽ. 2 കരങ്ങളും ഉയർത്തി വിളിക്കുന്ന യേശുവേ, യേശുവേ അഭിഷേകം ഇറങ്ങട്ടെ. കൃപയുടെ അഭിഷേകം വെളിപ്പെടട്ടെ. യേശുവേ യേശുവേ യേശുവേ. സ്വർഗ്ഗത്തിന്റെ അഗ്നി ഇറങ്ങണമേ, സ്വർഗ്ഗത്തിന്റെ അഭിഷേകം ഇറങ്ങണമേ. നിരാശയുടെ കെട്ടുകൾ അഴിയട്ടെ. റോമ 5:5 അഭിഷേകം വെളിപ്പെടട്ടെ. യേശുവേ യേശുവേ യേശുവേ. ആരാധന 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 ആരാധന. യേശുവേ ആരാധന. യേശുവേ യേശുവേ യേശുവേ. ഹല്ലേലൂയ. യേശുവേ യേശുവേ. നന്ദി നന്ദി നന്ദി.
യേശുവേ